ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹോപ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മളിന്ന് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ കഴിഞ്ഞ കാലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മാത്സും മെൻ്റൽ എബിലിറ്റി ഒരു 20ഓളം ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മുടെ ആദ്യ ക്വസ്റ്റ്യൻ നോക്കിയേ. 1/5 റൈസ് ടു 3y ഈക്വൽ ടു 0.008 ആയാൽ 0.025 ദ ഹോൾ റൈസ് ടു വൈയുടെ വില എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് ചെയ്യാൻ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്ത് മാറ്റാം. നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1/5 ശ്രദ്ധിച്ചോണം. 1/5 ദ ഹോൾ റൈസ് ടു 3y ഈക്വൽ ടു ശ്രദ്ധിച്ചോണം 0.08 എന്ന് വെച്ചാൽ 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 2 ഇൻറ്റു 2 4 4 ഗുണം 2 8. ഇവിടെ 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം. ആൻസർ 0.008. 0.008ൻ്റെ മറ്റൊരു രൂപമാണ് 0.008 എന്ന് പറഞ്ഞാൽ 0.2നെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നതാണ്. 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 എന്ന് പറയുന്നതാണ് 0.008 എന്ന് പറയുന്നത്. എങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം, 0.2 ദ ഹോൾ ക്യൂബ് എന്ന് കൊടുക്കാം. 0.2 ദ ഹോൾ ക്യൂബ്. ഇത്രയും വരെ ഓക്കെ ആണല്ലോ. എന്നതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ഈ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. രണ്ടിടത്തൊന്നും 3 ഒഴിവാക്കാൻ നമുക്കൊരു 1/3 കൊണ്ടെങ്കിൽ ഇൻറ്റു ചെയ്യാം. അപ്പോൾ നോക്കിയേ, 1/5 ദ ഹോൾ റൈസ് ടു 3y ഒരു 1/3 കൊണ്ട് നമ്മൾ ഇവിടെ ഇൻറ്റു ചെയ്തു. ഇൻറ്റു ചെയ്യുമ്പോൾ ഈ 3 കൂടെ അങ്ങ് ക്യാൻസൽ ആയിപ്പോൾ. ഈക്വൽ ടു ഇവിടെ ഒരിതുണ്ട് 0.2. ഈ 0.2ൻ്റെ പോയിന്റ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? 2 എന്ന് എഴുതി. അപ്പോൾ ഇത് താഴെ ഒന്നുമില്ലെങ്കിൽ ഒരു 1 ഉണ്ട്, ഒന്നുമില്ലെങ്കിൽ ഒരു 1 ഉണ്ട്. ഏത് സംഖ്യ എഴുതാനും താഴെ ഒരു 1 ഉണ്ട്. അപ്പോൾ എന്താ ഇവിടുത്തെ നമ്മളൊരു താഴെ ഒരു 0 കൊടുക്കും. അപ്പോൾ 1ൻ്റെ ഒരു 0 കൊടുക്കുമ്പോൾ 10 എന്ന് വെച്ചാൽ 2/10 എന്ന് പറഞ്ഞാണ് 0.2. അപ്പോൾ എന്ത് എഴുതും? ദ ഹോൾ റൈസ് ടു 3. ഇവിടെ ഒരു 1/3 ഇൻറ്റു ചെയ്താൽ ഇവിടെ ഒരു 1/3 അങ്ങ് ഇൻറ്റു ചെയ്യാം. ഇത്ര ഓക്കെയാണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, 1/5 ദ ഹോൾ റൈസ് ടു 3y ഈക്വൽ ടു 0.008ന് 0.008ന് 0.02 ഇൻറ്റു 0.02 ഇൻറ്റു 0.02 ഇത് 0.02ൻ്റെ ക്യൂബ് എന്ന് എഴുതി. എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ 3 ക്യാൻസൽ ആകാൻ ഒരു 1/3 കൊണ്ട് ഇൻറ്റു ചെയ്തു. ഇവിടെ 1/3 ഇൻറ്റു ചെയ്താൽ ഇവിടെ ഒരു 1/3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി എന്താ ഇവിടുത്തെ പോയിന്റ് മാറ്റാൻ താഴെ ഒരു 10 കൊണ്ട് ഈ പോയിന്റ് മാറ്റി വന്ന് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ഉള്ളെങ്കിൽ താഴെ ഒരു 10 അങ്ങ് കൊടുത്താൽ മതി. 10 കൊടുക്കുക വെച്ചാൽ ഒരു 0 കൊടുക്കുക. കാര്യം എല്ലാ സംഖ്യയുടെ താഴെ 1 ഉണ്ട്, ആ 1 എഴുതിയേക്കുന്നത്. 0 കൊടുത്താൽ മതി. ഇതാണ് എൻ്റെ ആൻസർ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ 3യും ഈ 3യുടെ ക്യാൻസലാവും. ഈ 3യും ഈ 3യുടെ ക്യാൻസലാവും. ഓക്കെ ആണേ. ഇനി നോക്കേണ്ടേ, 1/5 ദ ഹോൾ റൈസ് ടു y 1 ഗുണം y 1 ഗുണം y എന്ന് വെച്ചാൽ y ഈക്വൽ ടു ഇവിടെ വെട്ടി ചെറുതാക്കാം. 1 2 2 I 2 10 ദ ഹോൾ റൈസ് ടു മേളിൽ ഒരു 1. ഈ 1 ഈ 3യും 3 ക്യാൻസലായി. ഇവിടെ 1. ഇപ്പം എന്തായി? 1/5 റൈസ് ടു y ഈക്വൽ ടു 1/5 റൈസ് ടു 1 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണല്ലോ. നമ്മൾ കൃത്യക നിയമത്തിനകത്ത് റൂളുണ്ട്. സമത്തിന് അപ്പുറവും ഇപ്പുറവും ഉള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യ, താഴെയുള്ളതിൻ്റെ ബേസ് ഒന്ന് മുകളിലുള്ള പവറോ ബേസുകൾ തുല്യമായി. വൈയുടെ ബേസ് എന്ന് വെച്ചാൽ 1/5 ഇവിടുത്തെ ബേസ് എന്ന് വെച്ചാൽ 1/5. ബേസുകൾ തുല്യമായാൽ മുകളിലുള്ള പവറുകൾ ഈക്വൽ ആയിരിക്കും. മുകളിലുള്ള പവർ അപ്പോൾ ഇവിടെയും 1/5 ഇവിടെയും 1/5 ആണെങ്കിൽ ഇവിടുത്തെ പവറായ വൈയുടെ വാല്യൂ 1 എന്ന് കിട്ടി. വൈയുടെ വില കിട്ടി 1. ക്ലിയർ ആവുന്നുണ്ടല്ലോ? വൈയുടെ വില 1 എന്ന് കിട്ടി. ഇനി എന്തോ ചോദിച്ചേക്കുന്നത്? എങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് 0.025 ദ ഹോൾ റൈസ് ടു വൈയുടെ വില എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ വൈക്ക് വില കിട്ടി. വൈയുടെ വില എത്ര? 1. നമ്മൾ വൈക്ക് വില അങ്ങ് കൊടുക്കുമ്പോൾ തെട്ടി 0.025 റൈസ് ടു 1 വൈയുടെ വിലയും കൊടുത്തു 1 കൊടുത്തു. ഏത് സംഖ്യയും ഒരു പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ ഉത്തരം ആ സംഖ്യയാണ്. എന്ന് വെച്ചാൽ 0.025 റൈസ് ടു 1 എന്ന് വെച്ചാൽ എൻ്റെ ആൻസർ എത്ര? 0.025. ഇത് തന്നെയാണ് എൻ്റെ ആൻസർ. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് നോക്കിക്കോണേ. നോക്കിയാണ് 1/5 റൈസ് ടു 3y ഈക്വൽ ടു 0.008. 0.2ൻ്റെ ക്യൂബാണ് 0.008. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 0.2ൻ്റെ ക്യൂബ് എന്ന് കൊടുത്തു. ഇവിടെയും 3 ഒഴിവാക്കാൻ ഒരു 1/3 കൊണ്ട് ഇൻറ്റു ചെയ്ത് ഗുണിച്ചേക്കുന്ന 3യെ ഒഴിവാക്കാൻ 3 കൊണ്ട് ഹരിച്ചാൽ മതി. ഹരിച്ചേക്കുന്ന 3 ഒഴിവാക്കാൻ 3 കൊണ്ട് ഗുണിച്ചാണ്. അപ്പോൾ ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3, രണ്ടിടത്തൊന്നും കോമൺ ആയിട്ട് 3 ഒഴിവാക്കാൻ ഒരു 3 കൊണ്ട് ഹരിക്കുക. 3 കൊണ്ട് ഹരിക്കുക എന്ന് വെച്ചാൽ 1/3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 3 ഡിവൈഡ് ചെയ്ത് ഇവിടെയും വെട്ടിപ്പോയി. അപ്പോൾ ബാക്കി എന്തുണ്ട്? 1/5 റൈസ് ടു 1 ഗുണം y. ഇവിടുത്തെ പോയിന്റ് മാറ്റാൻ
മേളിൽ 2 ആണ്, താഴെ ഒരു 10 കൊടുത്താൽ എന്ന് വെച്ചാൽ 2നെ 10 വെച്ച് ഹരിക്കുക എന്ന് വെച്ചാൽ ഒരു സ്ഥാനം ഇങ്ങനെ അർത്ഥം 2നെ 10 വെച്ച് ഹരിക്കുക, 2നെ 10 വെച്ച് ഹരിക്കുക എന്ന് വെച്ചാൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ 0.2 എന്ന് അർത്ഥം. അപ്പോൾ 0.2 മറ്റൊരു രൂപ 2/5, അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് 2/5. ഓക്കെ, ഇനി എന്ത് എഴുതും? 3 ഇവിടെ ക്യാൻസലായി. 1/5 റൈസ് ടു y ഈക്വൽ ടു മേളിലും താഴെ 2 വെച്ച് വെട്ടാം, 1 2 2 ആയി, 2 10, 1/5 റൈസ് ടു 3 പൊട്ടിപ്പോയ ബാക്കി 1. ഇപ്പോൾ ബേസുകൾ ഈക്വലായി, പവർ ബേസുകൾ ഇവിടെയും 1/5 ഇവിടെയും 1/5. ഇപ്പോൾ വൈയുടെ വാല്യൂ y ഈക്വൽ ടു 1, വൈയുടെ വില കിട്ടി 1. ഓക്കെ ആണല്ലോ. എങ്കിൽ നമുക്ക് കണ്ടിരിക്കുന്നത് 0.025 ദ ഹോൾ റൈസ് ടു y ആകുമ്പോൾ വൈക്ക് 1 എന്നുള്ള വില കൊടുത്താൽ ഒരു 0.025നെ ഒരു പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ ഉത്തര സംഖ്യ കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2.02 into 2.02 into 2.02 minus 0.202 into 0.02 into 0.02 divided by 2.02 into 2.02 plus 2.02 into 2.02 plus 0.02 into 0.02. ഇതാണ് നമുക്ക് ഇത് വരുന്ന രീതിയൊക്കെ പറഞ്ഞുതരാം, കാര്യമൊന്നുമില്ല. നമുക്കൊരു ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. ആടെ a cube minus b cube, a cube minus b cube ചെയ്യാൻ ഇക്വേഷൻ ഉണ്ട്. a minus b into a square plus ab plus b square ഇക്വേഷനാണ്. a cube minus b cube equal to a minus b into a square plus ab plus b square. ഇത് a cube minus b cube എന്ന ഫോമിലുണ്ട്. ഇത് a 2.02നെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കുക എന്ന് വെച്ചാൽ ഇത് a 0.02നെ ഇത് 3 പ്രാവശ്യം എഴുതിക്കുക ബി. അപ്പോൾ a cube മൈനസ് ബി ക്യൂബ് എന്ന ഫോമിലാണ് ഇത് കിടക്കുന്നത്. a cube മൈനസ് ബി ക്യൂബ്. അപ്പോൾ a cube മൈനസ് ബി ക്യൂബ്. ഓക്കെ, a cube മൈനസ് ബി ക്യൂബ് നമുക്ക് എങ്ങനെ എഴുതാം? a സ്ക്വയർ മൈനസ് a മൈനസ് ബി ഇൻറ്റു a സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഞാൻ അങ്ങോട്ട് എഴുതുക. ഈ ഫോമിൽ കിടക്കുന്ന a cube മൈനസ് ബി ക്യൂബ് എന്ന ഫോമിലാണ് ഇത് കിടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഞാൻ എഴുതാം 2.02ൻ്റെ ക്യൂബ് മൈനസ് 0.02ൻ്റെ ക്യൂബ് എന്ന് എഴുതാം. ഉണ്ടോ? a ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ ഇത് കിടക്കുന്നത് a സ്ക്വയർ എന്താ a സ്ക്വയർ 2.02ൻ്റെ സ്ക്വയർ പ്ലസ് എ ബി ഇത് നമ്മൾ ഗുണിക്കുക. എ ബി എന്ന് വെച്ചാൽ എന്താ 2.02 ഇൻറ്റു 0.02 പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ 0.02ൻ്റെ സ്ക്വയർ. ഇങ്ങനെ ഫോം വയ്ക്കണം. ഇത് ഏത് ഫോമില? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഉണ്ട്. എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഉണ്ട്. എ സ്ക്വയർ പ്ലസ് എ ഗുണം ബി എ ബി പ്ലസ് ബിയുടെ സ്ക്വയർ ബി സ്ക്വയർ. ഈ ഫോമില കിടക്കുന്നത്. അപ്പോൾ ഇനി മേളിൽ എന്തൊക്കെയുണ്ട്? മേളിലുള്ളത് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ ഇനി ഏത് ഫോമിലിട്ട് എഴുതാം? ഇങ്ങനെ എഴുതാം. ഈ കിടക്കുന്ന ഫോമിലോട്ട് എഴുതുകയാണെങ്കിൽ a ക്യൂബ് മൈനസ് ബി ക്യൂബ് നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ബി എന്ന് വെച്ചാൽ ഇതിനൊന്ന് എഴുതാം 2.002 മൈനസ് 0.02 അപ്പോൾ a മൈനസ് ബി ഇൻറ്റു a ക്യൂബ് മൈനസ് ബി ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a മൈനസ് ബി ഇൻറ്റു നമുക്ക് എന്താ എഴുതുക? a സ്ക്വയർ എന്ന് വെച്ചാൽ 2.02ൻ്റെ സ്ക്വയർ 0.2ൻ്റെ സ്ക്വയർ പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ 2.02 ഇൻറ്റു 0.002 പ്ലസ് ബി സ്ക്വയർ 0.02ൻ്റെ സ്ക്വയർ. ഇത്രയും ഫോമിലാണ് ഇത് കിടക്കുന്നത് മേലുള്ളത്. ഡിവൈഡഡ് ബൈ നമുക്ക് എന്താ എഴുതാം? 2.02ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 0.2 ഇൻറ്റു 0.02 പ്ലസ് 0.02ൻ്റെ സ്ക്വയർ എന്ന് എഴുതി. ഈ താഴെ കിടന്ന സംഭവം ഞാൻ അതേപോലെ എടുത്തെഴുതി. ഇനി മേളത്തത് a ക്യൂബ് മൈനസ് ബി ക്യൂബിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ എഴുതി. ഇനി ഇവിടെ എല്ലാം കോമൺ ആയിട്ട് വെട്ടിക്കളയാൻ പറ്റുന്ന സംഖ്യ ഇവിടെ ഒരു a സ്ക്വയർ ഉണ്ട്. ഇവിടുത്തെ a സ്ക്വയർ വെട്ടിപ്പോയി. അതേപോലെ തന്നെ ഇതെല്ലാം ഒറ്റ ഇതായിട്ട് കിടക്കണം. അതേപോലെ ഇതും ഇവിടെ ക്യാൻസലായിപ്പോയി, ഇതും ക്യാൻസലായിപ്പോയി. എന്ന് വെച്ചാൽ മേളിൽ നിന്ന് ഇത് ഇത്രയും ഭാഗവും ഇത് ഇത്രയും കൂടെ മൊത്തത്തിലെങ്കിൽ ക്യാൻസലായിപ്പോയി. കാര്യം മേളിലും താഴെ ഒരേപോലുള്ള 2.02ൻ്റെ സ്ക്വയർ പ്ലസ് 2.02
ഇൻറ്റു 0.02. ഇതെല്ലാം ഒരൊറ്റ സംഭവം കേട്ടോ, ഒറ്റ ഇതാട്ടോ ബ്രാക്കറ്റ്. ഇത് ഈ ബ്രാക്കറ്റ് കിടന്ന മൊത്തവും ഇത് മൊത്തത്തിൽ അങ്ങ് ക്യാൻസലായിപ്പോയി, ഇത് മൊത്തത്തിൽ അങ്ങ് ക്യാൻസലായിപ്പോയി. ഇനി ബാലൻസ് ഉള്ളത് നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ എന്തുവാണ് 2.02 നിന്ന് കുറയ്ക്കണം. എന്തുവാ 0.02 കുറയ്ക്കണം. 0.02 കുറയ്ക്കണം. ഓക്കെ, 2.02 നിന്ന് 0.02 കുറച്ചാൽ ബാലൻസ് എത്ര വരും? 2 വരും. ഇത്രയേ ഉള്ളൂ. 2 ആണ് ഇതിൻ്റെ ആൻസർ. ഇനി ആണ്ടേ ഇത്രയും ചെയ്യാതെ, ഇങ്ങനൊന്നും ചെയ്യാതെ ഇതേപോലെ അങ്ങോട്ട് ഇക്വേഷൻ അങ്ങ് എക്സ്പാൻഡ് ചെയ്യുക. ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? ഈ താഴെ കിടക്കുന്നതിന് നമുക്ക് എന്ത് എഴുതാം? a² പ്ലസ് താഴെ ab പ്ലസ് മേളിൽ കിടക്കുന്നതിന് b². ഇങ്ങനെ അങ്ങ് എഴുതാം. മനസ്സിലായല്ലോ? ഇപ്പോൾ a³ മൈനസ് b³ നമുക്ക് a³ മൈനസ് b³ a - b ഇൻറ്റു a² പ്ലസ് ab പ്ലസ് b²ഉം a² പ്ലസ് ab പ്ലസ് b² നമ്മൾ ഈ താഴത്തെ എഴുതിക്കുന്നുണ്ട്. a² പ്ലസ് ab പ്ലസ് b² താഴെ എഴുതി. ഇതൂടെ ക്യാൻസലായിപ്പോയി. ഇതൂടെ ക്യാൻസലായിപ്പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? a - b മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ എയും ഇത് ബിയും ആണ്. a - b എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ ഇത്രയൊന്നും നിങ്ങൾ എഴുതണമെന്നൊന്നുമില്ല. ഞാനിത് ഈ എഴുതിയേക്കുന്നതിന് ഈ രൂപത്തിലായിട്ട് എഴുതുക. നിങ്ങൾ ഇങ്ങനെ എഴുതാതെ ഇക്വേഷൻ ഇതേപോലെ എഴുതിയിട്ട് മേളിൽ കിടക്കുന്ന a³ മൈനസ് b³ എക്സ്പാൻഡ് ചെയ്യുകയും താഴത്തെ എന്താണോ എഴുതിക്കുന്നത് a² പ്ലസ് ab പ്ലസ് b² എന്ന് താഴെ എഴുതിയേ. ഇതൂടെ ക്യാൻസലായി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? a - b മാത്രമേ വരത്തുള്ളൂ എന്നും മനസ്സിലാക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുവാ? എയുടെ വാല്യൂ 2.02 മൈനസ് 0.02 മൈനസ് ചെയ്യുക. 2.02 0.02 കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് എത്ര വരും? 2 വരും. പരീക്ഷ ഹാളിൽ പോയി ഇത്രയും സ്റ്റെപ്പേ ചെയ്യാവുള്ളൂ. ഇതേപോലെ വെട്ടിക്കളഞ്ഞിട്ട് ബാലൻസ് വരുന്ന ഏതാണോ അത് തമ്മിൽ കുറയ്ക്കുകയോ ചെയ്യുള്ളൂ. ഇതേപോലെ എഴുതി സമയമൊന്നും കളയരുത്. ഇതിനെ എങ്ങനെ എഴുതാമെന്ന് ഞാൻ വെട്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പാലും വെള്ളവും കലർത്തിയ മിശ്രിതത്തിൽ പാലിൻ്റെയും വെള്ളത്തിൻ്റെ അംശബന്ധം 3:2 ആണ്. അതിലേക്ക് 4 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ അംശബന്ധം തുല്യമായി എങ്കിൽ ആദ്യം എത്ര ലിറ്റർ പാലുണ്ടായിരുന്നു? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ പാലും വെള്ളം കലർത്തിയ മിശ്രിതം ശ്രദ്ധിച്ചോണം. മിൽക്ക് ഈസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് 3:2 ആണ്. പാലും വെള്ളം കലർത്തിയ മിശ്രിതം എന്ന് പറഞ്ഞാൽ 3:2 ആണ്. ഇതിലേക്ക് 4 ലിറ്റർ വെള്ളം കൂടി ഒഴിക്കുക. 4 ലിറ്റർ വെള്ളം ഒഴിക്കുക. അപ്പോൾ പാൽ ഒഴിക്കുന്നില്ല. പാൽ ആദ്യമുള്ള അംശബന്ധം തന്നെയാണ്. അതിനകത്ത് ശകലം പോലും പാൽ ഒഴിക്കുന്നില്ല. കുറച്ച് വെള്ളത്തോടെ ഒഴിച്ചപ്പോൾ അംശബന്ധം തുല്യമായി എന്ന് പറയുന്നത്. തുല്യമായി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഷോർട്ട് കട്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മിൽക്കിൻ്റെ റേഷ്യോ എന്ന് പറയും, മിൽക്ക് ഈസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് മിൽക്കിൻ്റെ റേഷ്യോ 3 ആണ്. ഇതിലേക്ക് എന്താണ് 4 ലിറ്റർ വെള്ളത്തോടെ ഒഴിച്ചപ്പോൾ ഈ റേഷ്യോ 2 ഈക്വലായി. ഇപ്പം ഇതും അങ്ങ് 3 ആയി. ഇത് 3 ആകുമ്പോൾ ഇത് 3 ആയി. 2 3 ആയി. മനസ്സിലായല്ലോ? ഇത് 3 റേഷ്യോ ആയി, ഇത് 3 റേഷ്യോ, 2 3 റേഷ്യോ ഇതായി. അപ്പോൾ എന്താ 3:3 വെച്ചാൽ 1:1 2 തുല്യമായെന്ന് പറഞ്ഞാൽ ഇത് 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ഈ 2ലേക്ക് എന്താണ് 4 ലിറ്റർ വെള്ളത്തോട് ഒഴിച്ചപ്പോൾ ഒരു റേഷ്യോ കൂടെ കൂടി. അപ്പോൾ ഇത് 3 ആയി, ഇത് 3 ആയി. ഇപ്പോൾ ഈക്വലായി. അപ്പോൾ മിൽക്ക് ഈസ്റ്റ് വാട്ടർ ഈക്വലായി എന്ന് പറഞ്ഞു. നമുക്ക് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. ഇതിലേക്ക് 4 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോഴാണ് ഈ 2 റേഷ്യോ എന്നുള്ളത് 3 റേഷ്യോ ആയി മാറി. എന്ന് വെച്ചാൽ ഒരു റേഷ്യോ കൂടി. ഇപ്പോഴാണ് ഇത് അപ്പുറം ഇപ്പുറം തുല്യമായി. 3:3 ഈക്വലായി. 3 ആയി, തുല്യമായി. വെട്ടിച്ചേരാക്കാൻ 1:1 എന്ന് വരും. ഓക്കെ, 4 ലിറ്റർ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു റേഷ്യോ കൂടിയിട്ടുണ്ട്. 2 റേഷ്യോ എന്നുള്ള 3 റേഷ്യോ ആയി, ഒരു റേഷ്യോ കൂടി. അത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഒരു റേഷ്യോ എന്ന് പറയുന്നത് 4 ലിറ്ററാണ്. ഒരു റേഷ്യോ എന്ന് പറയുന്നത് 4 ലിറ്റർ. കാര്യം എന്താ? ഈ 2 3 ആവുകയോ ചെയ്തത്. അപ്പോൾ ഒരു റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 4 ലിറ്ററാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എങ്കിൽ അതിൽ ആദ്യം എത്ര ലിറ്റർ പാലുണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം എത്ര ലിറ്റർ പാലുണ്ടായിരുന്നു? ആദ്യമുള്ള പാലിൻ്റെ റേഷ്യോ 3 ആണ്. മനസ്സിലായോ? ഒരു റേഷ്യോ എന്ന് പറയുന്നത് 4 ലിറ്റർ ആണ്. എങ്കിൽ 3 റേഷ്യോ എന്ന് പറയുന്നത് എത്ര? 3 × 4 ലിറ്റർ. ഒരു റേഷ്യോ 4 ലിറ്റർ. അപ്പോൾ 2 റേഷ്യോ 2 × 4. 3 റേഷ്യോ 3 × 4. ആദ്യമുള്ള മിൽക്ക് 3 റേഷ്യോ 3 × 4 3 4 12. അതിൽ 12 ലിറ്റർ പാലാണ് ആദ്യമുള്ളത്. 12 ലിറ്റർ പാല്. അപ്പോൾ ഒരു റേഷ്യോ 4 ആണ്, 2 റേഷ്യോ 8. നമുക്ക് നോക്കാം. 12 ലിറ്റർ പാല്. വാട്ടറിൻ്റെ നോക്കിയേ. ഇത് മിൽക്കിൻ്റെ കേസാണ്. ഇനി വാട്ടറിൻ്റെ കേസ് നോക്കിയേ. ഒരു റേഷ്യോ 4. അപ്പോൾ 2 റേഷ്യോ 2 × 4. 2 × 4 എത്ര? 8 ലിറ്റർ ഉണ്ട്. ഇനി നിങ്ങൾ ശരിയാന്ന് നോക്കാം. 12 ലിറ്റർ പാലും ഉണ്ട്, 8 ലിറ്റർ വെള്ളമുണ്ട്. അപ്പോൾ 12 ആകുമ്പോൾ 3 4 12 24 8. ഓക്കെ, ഇതിലേക്ക് 4 ലിറ്റർ വെള്ളത്തോട് ഒഴിച്ചു. അപ്പോൾ 8 ലിറ്റർ വെള്ളത്തിലേക്ക് 4 ലിറ്റർ വെള്ളത്തോട് ഒഴിക്കുമ്പോൾ 12 ലിറ്റർ വെള്ളമായി. വെള്ളവും 12 ലിറ്റർ ആവും, പാലും 12 ആവും. 12 ലിറ്റർ മിൽക്കുണ്ട്,
ഓക്കെ. ഇനി വാട്ടർ 8 ലിറ്റർ ആണുള്ളത്, അതിലേക്ക് ഒരു 4 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ എത്ര ആയി? അതും 12 ലിറ്ററായി. പാലും 12 ലിറ്ററായി, വെള്ളവും 12 ലിറ്ററായി. 2 ഈക്വലായെന്നല്ലേ? 4 ലിറ്റർ വെള്ളം ഒഴിക്കുമ്പോൾ 2 ഈക്വലായെന്നല്ലേ പറയുന്നത്? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാം. 3 റേഷ്യോ. ഞാൻ ഇത് കൂടാതെ വേറെ രീതിയോടെ ഞാൻ പറഞ്ഞുതരാം. 3 ഇത് 2. അപ്പോൾ എന്താ? ഇതിലേക്ക് 4 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ 2 ഈക്വലായി, ഇത് 3 ഇത് 3 ആയി. അപ്പോൾ ഈ 2 3 ആയെന്ന് വെച്ചാൽ ഒരു റേഷ്യോ വർദ്ധിക്കുന്നത്. അപ്പോൾ ഒരു റേഷ്യോ വർദ്ധിച്ചപ്പോൾ എങ്ങനെയാ? 4 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോഴാണ് ഒരു റേഷ്യോ വർദ്ധിച്ചത്. അപ്പോൾ ഒരു റേഷ്യോ എന്ന് പറയുന്നതാണ് 4 ലിറ്റർ. അപ്പോൾ 3 റേഷ്യോ 3 4 12 ലിറ്റർ. ഓക്കെ ആണല്ലോ? ആദ്യമുള്ള വെള്ളം. ഓക്കെ, ആദ്യമുള്ള പാലിൻ്റെ അളവ്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാം? അല്ലാതെ ചെയ്യാം. ആദ്യമുള്ള മിൽക്ക് ഈസ്റ്റ് വാട്ടർ. മിൽക്ക് ഈസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്, മിൽക്ക് ഈസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? 3:2 എന്ന് എടുക്കാം. 3:2. അപ്പോൾ മിൽക്കിനെ നമുക്ക് 3x എന്നും വാട്ടറിനെ 2x എന്നും എടുക്കാം. മിൽക്കിനെ 2x എന്നും വാട്ടറിനെ 3x എന്നും എടുക്കാം. ഓക്കെ, ഇനി നോക്കേ, 3x ലിറ്റർ പാലും ഈസ്റ്റു 2x ലിറ്റർ വെള്ളമുണ്ട്. 2x ലിറ്റർ വെള്ളമുണ്ട്. 3x ലിറ്റർ പാലും ഉണ്ട്, 2x ലിറ്റർ വെള്ളമുണ്ട്. ഈ കാര്യം എന്താ? ഈ റേഷ്യോ മാറ്റാൻ 2നെ ഹരിച്ച സംഖ്യ കൊണ്ട് തിരിച്ചു ഗുണിക്കണം. ഹരിച്ച സംഖ്യ ഏതാണെന്ന് അറിഞ്ഞുകൊടുത്തോണ്ട് എക്സ് കൊടുത്ത് 2നെയും ഗുണിച്ചു. അപ്പോൾ 3x ലിറ്റർ പാലുണ്ട്, 2x ലിറ്റർ വെള്ളമുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 4 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു. ഇതിലേക്ക് ഒരു 4 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചപ്പോൾ റേഷ്യോ ഈക്വലായി എന്ന് വെച്ചാൽ 1:1 ആയി. റേഷ്യോ ഈക്വലായി എന്ന് പറഞ്ഞാൽ 1:1 ആയി. ഓക്കെ ആണല്ലോ? ഇനി എന്താ? ഈ ആദ്യം കിടക്കുന്ന അവസാനം കിടക്കുന്ന ഗുണിച്ച് സമത്തിന് ഇപ്പുറത്തും, രണ്ടാമത്തെ മൂന്നാമത്തെ ഗുണിച്ച് സമത്തിന് അപ്പുറത്തും എഴുതാം. അപ്പോൾ ആദ്യം കിടക്കുന്നത് 3x ആണ്, അവസാനം കിടക്കുന്ന 1 ആണ്, അത് ഗുണിച്ച് സമത്തിന് ഇപ്പുറത്തും. അടുത്തത് ഈ 1 ഈ കിടക്കുന്ന ഇതും എന്താ? 2x + 4 ഗുണിച്ച് സമത്തിന് അപ്പുറത്തും. ഓക്കെ, 3x × 1 3x, 3x × 1 3x, 3x = ഓക്കെ. ഇവിടെ 1 × 2x 2x + 1 × 4 4. ഇനി x ഉള്ള ഒരു സൈഡിലാക്കാം, x ഇല്ലാത്തുള്ള സൈഡിലാക്കാം. +2x. ഇവിടെ സൈൻ ഒന്നും ഇല്ലെങ്കിൽ +2x. ഇപ്പുറത്ത് വരുമ്പോൾ -2x എന്നാണ്. അപ്പോൾ നോക്കാം, 3x - 2x = 4. 3x 2x കുറച്ച് കഴിഞ്ഞാൽ x ആണ്. എക്സിന്റെ വാല്യൂ 4 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ 4, എക്സിന്റെ വില 4 എന്ന് കിട്ടി. നമ്മൾ ചോദിക്കുന്നത് മിൽക്ക് ആദ്യം എത്ര? മിൽക്ക് ആദ്യം എത്ര? 3x അല്ലയോ? 3x ആണ്. അപ്പോൾ എന്താണ്? 3 × എക്സിന്റെ വാല്യൂ 4, 3 4 12 ലിറ്റർ എന്ന് കിട്ടും. ഇങ്ങനെയും ചെയ്യാം. ഇത്രയും സ്റ്റെപ്പ് ഒന്നും ചെയ്യാൻ നമുക്ക് ലോജിക്ക് ഉപയോഗിച്ചാൽ ഇവിടെ 3 ഇവിടെ 2, 4 ലിറ്റർ വെള്ളം ഒഴിയുമ്പോൾ 2 തുല്യമായി. 3 3 ആയിട്ട് ഈ 2 എന്നുള്ള 3 ആയി. ഒരു റേഷ്യോ വർദ്ധിച്ചു. ഒരു റേഷ്യോ 4 ലിറ്റർ ആണെങ്കിൽ 3 റേഷ്യോ 12 ലിറ്റർ അത്രയേ ഉള്ളൂ. ഇതാണ് ലോജിക്ക്. ഇതാണ് ഇക്വേഷൻ x വെച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതി ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഓക്കെ ആണല്ലോ? നമ്മളിവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നതിൽ 50% പേർ മലയാള പത്രം വായിക്കും, 40% പേർ ഇംഗ്ലീഷ് പത്രം വായിക്കും, 20% പേർ 2 പത്രവും വായിക്കും. എങ്കിൽ 2 പത്രവും വായിക്കാത്തവർ എത്ര ശതമാനം പേർ? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വളരെ എളുപ്പം നമുക്ക് ആൻസർ ചെയ്യാം. വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ വെൻ ഡയഗ്രമൊക്കെ വരച്ച് ചെയ്യുന്നവരുണ്ട്. നമുക്ക് അത്രയൊന്നും വേണ്ട, എളുപ്പം നമുക്ക് ചെയ്യാം. ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, മലയാള പത്രം വായിക്കുന്നവർ 50% പേർ, ഇംഗ്ലീഷ് പത്രം വായിക്കുന്നത് 40% പേർ, മലയാളം ആൻഡ് ഇംഗ്ലീഷ് വായിക്കുന്നവർ 20% പേർ. മനസ്സിലായല്ലോ? ഇതിൽ മലയാളവും ഇംഗ്ലീഷും വായിക്കാത്തവർ എത്ര പേരെന്ന് നോക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മൊത്തം 50% പേര് മലയാള പത്രം വായിക്കുന്നു എന്ന് പറഞ്ഞാൽ 50% പേര് മലയാള പത്രം വായിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇംഗ്ലീഷ് പത്രം വായിക്കാത്തവർ ഇല്ല എന്നല്ല, മലയാള പത്രം മാത്രം വായിക്കുന്നു എന്നല്ല. 50% പേര് മലയാള പത്രം വായിക്കുന്നു പറഞ്ഞാൽ അതിനകത്ത് ഇംഗ്ലീഷ് പത്രം വായിക്കുന്നവരും ഉണ്ടായിരിക്കും. ഈ 40% പേർ ഇംഗ്ലീഷ് പത്രം വായിക്കുന്നു പറഞ്ഞാൽ ഇംഗ്ലീഷ് പത്രം മാത്രമല്ല, അവരത് മലയാള പത്രവും വായിക്കുന്നവരുണ്ടായിരിക്കും. മനസ്സിലായല്ലോ? എന്ന് വെച്ചാൽ ഈ 20% പേരെന്ന് പറഞ്ഞാൽ ഈ 50-നകത്ത് 40-നകത്ത് ഉൾപ്പെട്ടവരാണ്. ഈ 50% 40%-നകത്ത് ഉൾപ്പെട്ടവരാണ് ഈ 20% പേര്. കാര്യം എന്താ? ഈ മൊത്തം പേര് 50% മൊത്തം മലയാളം വായിക്കുന്നതിനകത്ത് കുറച്ച് പേര് ഇംഗ്ലീഷ് വായിക്കുന്നവരുണ്ടായിരിക്കും. ഇതിനകത്ത് ഈ 40% പേര് ഇംഗ്ലീഷ് വായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രമല്ല അവർ വായിക്കുന്നത്, അതിനകത്ത് മലയാളം വായിക്കുന്നവരുണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. ഈ കാര്യം വെച്ചാൽ ഈ പറയുന്ന 20% ഇത് 2 എണ്ണത്തിനകത്തുനിന്ന് എടുത്ത് ഈ മലയാളവും ഈ പറയുന്ന 50% 40%-നകത്തും പെടുന്ന ആൾക്കാർ തന്നെയാണ് ഈ 20% പേരും. ഓക്കെ ആണല്ലോ? ഇതിനകത്തുള്ളവർ തന്നെ. ഇപ്പോൾ ഉദാഹരണം, ഞാൻ മലയാള പത്രം വായിക്കും. ഓക്കെ, മലയാള പത്രം വായിക്കും. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് പത്രം വായിക്കും. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് പത്രം മാത്രമല്ല വായിക്കുന്നത്, മലയാളവും വായിക്കും. അപ്പോൾ ഞാൻ 2ലും പെടുന്ന ഒരു വ്യക്തി ഞാനാണ്. മലയാളം വായിക്കുന്ന വ്യക്തി ഞാനാ, ഇംഗ്ലീഷ് വായിക്കുന്ന ഞാൻ വായിക്കും. 2ലും വായിക്കുന്ന ഒരു വ്യക്തി ഞാൻ തന്നെ. അപ്പോൾ 2ലും പെടും ഞാൻ. കാര്യം എന്താ? 2 പത്രവും ഞാൻ വായിക്കും. മലയാളം വായിക്കുമെന്ന് വെച്ചാൽ വായിക്കും, ഇംഗ്ലീഷ് വായിക്കുമെന്ന് വെച്ചാൽ വായിക്കും, 2ഉം വായിക്കുമെന്ന് വെച്ചാൽ വായിക്കും. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഈ 2ലും പെടുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ ഈ 20% പേര് ഇതിനകത്തുള്ളവരാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ചെയ്യും? ഒറ്റ സ്റ്റെപ്പ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. 50% പേർ ഇംഗ്ലീഷ് പത്രം വായിക്കും,
40% പേർ മലയാള പത്രം വായിക്കും, അല്ലെങ്കിൽ 50% പേർ മലയാള പത്രം വായിക്കും, 40% പേർ ഇംഗ്ലീഷ് പത്രം വായിക്കും. ഈ 50-ലും 40-ലും പെടുന്നവരാണ് 20%, ഇതിനകത്തുള്ളവർ. അതുകൊണ്ട് അവരെ അങ്ങ് കുറച്ച് മാറ്റിക്കണം, അവരെ അങ്ങ് കുറച്ച് മാറ്റിക്കണം. മൊത്തത്തിൽ നമുക്ക് 50%, 40%, ഇത് രണ്ടിനകത്തും പെടുന്നവരാണ്ട് 20% ഉണ്ട്, അവരെ നമ്മൾ കുറച്ച് മാറ്റും. കുറച്ച് മാറ്റിയില്ല. അപ്പം നമുക്ക് നോക്കാം, മൊത്തത്തിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 90 - 20 = നമുക്ക് 70%. ഈ 70% വരുന്നുള്ളൂ. മൊത്തമുള്ള ആ ഫ്ലാറ്റിലുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് വെച്ചാൽ 100%. ഫ്ലാറ്റുള്ള 100% പേരാണ്. മനസ്സിലായല്ലോ? മൊത്തമുള്ളത് 100%. അതിൽ നിന്ന് ഈ 70% പേർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പത്രമെങ്കിലും വായിക്കുന്നവരോ, ഒന്നീ മലയാളം പത്രം വായിക്കുന്നവർ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രം, ഏതെങ്കിലും ഒരു പത്രമെങ്കിലും വായിക്കുന്നവരാണ് 70%. ആ 70% പേരെ ഒഴിവാക്കിയാൽ പിന്നെ വരുന്ന ഒരു 30% പേരെന്ന് പറഞ്ഞാൽ 2 പത്രവും വായിക്കാത്തവരാ. 2 പത്രവും, മലയാളവും വായിക്കത്തില്ല, ഇംഗ്ലീഷും വായിക്കത്തില്ല. ഇനി പരീക്ഷാളിൽ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 50% പേര് മലയാളം വായിക്കും, 40% പേര് ഇംഗ്ലീഷ് വായിക്കും, രണ്ടും വായിക്കുന്നവർ 20% വരെ കുറയ്ക്കണം. അപ്പോൾ തുടക്കത്തിൽ ഒരു 100% എഴുതണം. ഈ മൊത്തമുള്ളത് 100%. അതിൽ 50% മലയാളം, 40% ഇംഗ്ലീഷ്, 20% രണ്ട്. അപ്പോൾ എന്താണ്? നമുക്ക് 100 - 100% മൈനസ്. ഓക്കെ, 90-ൽ നിന്ന് 20 കുറച്ചു, 90-ൽ നിന്ന് 20. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? ഒരു ബ്രാക്കറ്റും കൊടുത്ത് വെച്ചാൽ മതി. 90. അപ്പോൾ എന്ത് കിട്ടി? 100 - 70 സമയത്ത് കിട്ടി 30% എന്നുള്ള ഉത്തരം കിട്ടി. പരീക്ഷാളിൽ പോകുമ്പോൾ തുടക്കത്തിൽ ഒരു 100 അങ്ങ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തു പോകാമെങ്കിൽ ഒറ്റയടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യുക? 50-ഉം 40-ഉം മലയാളം ഇംഗ്ലീഷും വായിക്കുന്നവർ 20%, രണ്ട് വായിക്കുന്നവർ കുറച്ച് ബാക്കി 70%. 70% ഇംഗ്ലീഷോ മലയാളമോ ഏതെങ്കിലും ഒരു പത്രമെങ്കിലും വായിക്കുന്നവരാണ് 70%. ഫ്ലാറ്റിൽ എപ്പോഴും ഉള്ള മൊത്തം ആൾക്കാരെന്ന് പറഞ്ഞാൽ 100% പേരാ. ഈ 100-ൽ നിന്ന് 70% പേര് ഏതെങ്കിലും ഒരു പത്രം വായിക്കുന്നവരാ. അവരെ ഒഴിവാക്കിയ ബാക്കിയുള്ള 30% പേര് ഒരു പത്രവും വായിക്കാത്തവരാ. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെ ചെയ്താൽ അതല്ല. പിന്നെ വെണ്ടൈഗ്രമൊക്കെ വരച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതിനെക്കാട്ടി ഇച്ചിരിയുടെ ബെറ്റർ എന്ന് പറയുന്നത് ഇതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 270 രൂപയ്ക്ക് 10 കിലോഗ്രാം തക്കാളി വാങ്ങി. അതിൽ 1 കിലോഗ്രാം തക്കാളി കേടായിപ്പോയി. ബാക്കിയുള്ളത് 20% ലാഭത്തിന് വിൽക്കണമെങ്കിൽ 1 കിലോഗ്രാം തക്കാളി എത്ര രൂപയ്ക്ക് വിൽക്കണം? അല്ലെങ്കിൽ ബാക്കി 20% ലാഭം കിട്ടണമെങ്കിൽ ബാക്കിയുള്ള തക്കാളിയിൽ 1 കിലോഗ്രാം എത്ര രൂപയ്ക്ക് വിൽക്കണം? ഇതാണ് ക്വസ്റ്റ്യൻ. മൊത്തത്തിൽ അയാൾ 270 രൂപ കൊടുത്തിട്ട് 10 കിലോഗ്രാം തക്കാളി മേടിച്ചു. അതിൽ 1 കിലോ അങ്ങ് കേടായിപ്പോയി. ഇനി അയാൾക്ക് ബാക്കിയുള്ളത് 20% ലാഭം കിട്ടണം. മനസ്സിലായോ? അപ്പോൾ 1 കിലോഗ്രാം തക്കാളി എത്ര രൂപയ്ക്കാണ് ഇനിയുള്ള തക്കാളി വിൽക്കേണ്ടതാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ കാര്യമൊന്നുമില്ല, എളുപ്പം നമുക്കിത് ആൻസർ ചെയ്യാം. കാര്യം എന്ന് വെച്ചാൽ 270 രൂപയാണ് അയാളുടെ മുതൽ മുടക്ക്. ഇതെന്ന് പറയുന്നത് 100% വിലയാണ്. അയാൾ 270 രൂപ കൊടുത്തിട്ടാണ് തക്കാളി മേടിച്ചിരിക്കുന്നത്. അതാണ് അയാൾ മുതൽ മുടക്കിയത്. 10 കിലോഗ്രാം തക്കാളി വാങ്ങിയിട്ടുണ്ട്. ഇതാണ് അയാളുടെ 100% വില. ഈ 100% വിലയ്ക്കകത്ത് അയാൾക്ക് വേണ്ടത് 20% ലാഭം വേണം. യഥാർത്ഥത്തിൽ എപ്പോഴും 100%. 10% ലാഭം വേണമെന്ന് വെച്ചാൽ 110% വേണം. 20% ലാഭം വേണമെന്ന് വെച്ചാൽ 120% വേണം. 10% നഷ്ടം എന്ന് പറഞ്ഞാൽ 90%. 20% നഷ്ടം എന്ന് പറഞ്ഞാൽ 80%. നമുക്കിവിടെ വേണ്ടത് 20% ലാഭം, മീൻസ് 120% അയാൾക്ക് വേണം. ഈ കിട്ടുന്നത് 100%. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ 120% നമുക്ക് കാണാം. ഈ 0 ഈ 0 വിട്ടാൽ ഈ 0 ഈ 0 വിട്ടാം. മനസ്സിലായല്ലോ? 27 × 12 324. ഈ കച്ചവടം കഴിയുമ്പോൾ അയാൾക്ക് 324 രൂപ കിട്ടണം. ഈ 324 രൂപ കിട്ടിയാൽ അയാൾ ഓക്കെയാണ്. എന്താണ്? 324 രൂപ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും? അയാൾക്ക് 20% ലാഭം കിട്ടി. നമ്മൾ പറഞ്ഞ കണക്ക് പ്രകാരം 20% ലാഭം കിട്ടി. ഓക്കെ, അപ്പോൾ അയാൾക്ക് ഈ 324 രൂപ കിട്ടണം. എങ്കിൽ 1 കിലോഗ്രാം തക്കാളി എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് പറയുന്നത്. 1 കിലോഗ്രാം തക്കാളി എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് പറയുമ്പോൾ തക്കാളി ഒന്നും കേടായി പോയിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. 1 കിലോഗ്രാം പോലും തക്കാളി കേടായി പോയിട്ടില്ല. അയാളുടെ ഈ 10 കിലോ തക്കാളി തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട്. എങ്കിൽ 1 കിലോഗ്രാം തക്കാളി എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന് വെച്ചാൽ ഡിവൈഡഡ് ബൈ ഒരു 10 കൊടുത്താൽ മതി. എത്ര കിട്ടും? 32 രൂപ 40 പൈസയ്ക്ക് വിറ്റാൽ 1 കിലോഗ്രാം തക്കാളി 32 രൂപ 40 പൈസയ്ക്ക് വിറ്റാൽ ഈ പറയുന്ന കണക്ക് പ്രകാരം അയാളുടെ തക്കാളി ഒന്നും കേടായി പോയിട്ടില്ലെങ്കിൽ അയാൾക്ക് ഈ പറയുന്ന 40% ലാഭം കിട്ടും, 20% ലാഭം കിട്ടും. ഒരു തക്കാളി 32 രൂപ എത്ര പൈസയ്ക്ക് വിറ്റാൽ മതി? 40 പൈസയ്ക്ക് വിറ്റാൽ മതി. ഇവിടെ ചോദിച്ച ഈ ക്വസ്റ്റ്യനകത്തൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം തക്കാളി കേടായിപ്പോയി എന്നാണ് പറയുന്നത്. കേടായിപ്പോയാൽ ഇപ്പോൾ അയാളുടെ കയ്യിൽ 9 കിലോഗ്രാം തക്കാളിയേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? 9 വെച്ച് വേണം ഡിവൈഡ് ചെയ്യാൻ. 9 വെച്ച് വിടുമ്പോൾ നോക്കിയേ, 3 9 27 ശിഷ്ട 5
6 9 54. ഇപ്പോൾ അയാൾ 1 കിലോഗ്രാം 36 രൂപയ്ക്ക് വിറ്റാൽ 36 രൂപയ്ക്ക് 1 കിലോഗ്രാം തക്കാളി വിറ്റാൽ 20% ലാഭം കിട്ടത്തുള്ളൂ. കേടായി പോയില്ലായിരുന്നെങ്കിൽ 32 രൂപ 40 പൈസയ്ക്ക് അയാൾക്ക് വിറ്റാൽ മതിയായിരുന്നു. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1 കിലോഗ്രാം തക്കാളി ഇപ്പോൾ 36 രൂപയ്ക്ക് വിൽക്കും. 5 വർഷം മുമ്പ് PQ ഇവയുടെ ശരാശരി വയസ്സ് 15 5 വർഷങ്ങൾക്ക് മുമ്പ് PQ ഇവരുടെ ശരാശരി വയസ്സ് എത്ര? 15. ഇപ്പോൾ PQR ഇവരുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 20 എങ്കിൽ 10 വർഷത്തിന് ശേഷമുള്ള ആറിൻ്റെ വയസ്സ് എത്ര എന്നാണ് ചോദിക്കുന്നത്. 10 വർഷം കഴിയുമ്പോൾ ആറിൻ്റെ വയസ്സ്. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. 5 വർഷം മുമ്പ് 5 years ago പിയുടെയും ക്യൂവിൻ്റെയും വയസ്സൊന്ന് കണ്ടുപിടിക്കാം. 5 വർഷം മുമ്പ് പിയുടെയും ക്യൂവിൻ്റെയും വയസ്സിൻ്റെ തുകയൊന്ന് കണ്ടുപിടിക്കാം, സം ഒന്ന് കണ്ടുപിടിക്കാം. പിയുടെയും ക്യൂവിൻ്റെ വയസ്സോടെ കൂട്ടുമ്പോൾ എത്ര ഇട്ട് നോക്കാം. 5 വർഷങ്ങൾക്ക് മുമ്പ് പിയുടെയും ക്യൂവിൻ്റെയും വയസ്സുകളുടെ ശരാശരി പറഞ്ഞിട്ടുണ്ട് 15. പിയുടെയും ക്യൂവിൻ്റെ ശരാശരി പറഞ്ഞിട്ടുണ്ട് 15. പി ക്യൂ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിക്കുന്നതാണ് തുക. ശരാശരി എണ്ണം, ശരാശരി 15. എത്ര പേര്? പി ക്യൂ 2 പേരാണ്. 2 കൊണ്ട് ഗുണിക്കുക. 15 × 2 എന്ന് വെച്ചാൽ 30. എപ്പോൾ? 5 വർഷങ്ങൾക്ക് മുമ്പ് പിക്കും ക്യൂവിനും കൂടെ വയസ്സുകളുടെ തുക 30. എങ്കിൽ ഇപ്പോൾ പിയുടെയും ക്യൂവിൻ്റെയും വയസ്സ് നോക്കാം. ഇപ്പോഴേ പിയുടെ ക്യൂ ഉണ്ട്. ഇപ്പോഴത്തെ പിയുടെയും ക്യൂവിൻ്റെ വയസ്സ് നോക്കാം. 5 വർഷം മുമ്പായിരുന്നു 30. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞാൽ പിക്ക് 5 വയസ്സ് കൂടും, ക്യൂവിനും 5 വയസ്സ് കൂടും. മനസ്സിലായല്ലോ? എനിക്ക് 5 വർഷം മുമ്പ് 30 വയസ്സാണെങ്കിൽ ഇപ്പോൾ എനിക്ക് 5 വയസ്സ് കൂടി 35. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്ന് പറയുന്നത് പോലെ ഓരോ 5 വർഷം കഴിയുമ്പോൾ ആരൊക്കെ വയസ്സുണ്ടോ അവർക്കെല്ലാം എന്ത് വേണം? 5 വയസ്സ്. ഇപ്പം എനിക്ക് 5 വയസ്സ്, എനിക്കൊരു 30 വയസ്സ്, എൻ്റെ ചേട്ടന് ഒരു 35 വയസ്സ്, അല്ല ഒരു 38 വയസ്സ്. 5 വർഷങ്ങൾക്ക് മുമ്പാണേ. ഇപ്പോൾ എനിക്ക് എത്ര? 30 എന്നുള്ളത് 35, എൻ്റെ ചേട്ടന് 38 എന്നുള്ളത് എത്ര ആവും? 43 എന്നാവും. അപ്പോൾ 2 പേർക്ക് 5 വയസ്സ് വീതം കൂടും എന്ന് പറയുന്നത് പോലെ 5 വർഷങ്ങൾക്ക് മുമ്പാണ് പിക്കും ക്യൂവിനും 30 വയസ്സെങ്കിൽ ഇപ്പോൾ പിനും ക്യൂവിനും എത്ര വയസ്സ് വീതം കൂടും? 5 വയസ്സ് കൂടും. പിക്കും 5 വയസ്സ് കൂടും, ക്യൂവിനും 5 വയസ്സ് കൂടും. മൊത്തത്തിൽ ഇപ്പോൾ എത്ര വയസ്സായി? 40 വയസ്സുണ്ട്. പിനും ക്യൂവിനും ഇപ്പോൾ 40 വയസ്സുണ്ട്. മനസ്സിലായല്ലോ? പിനും ക്യൂവിനും ഇപ്പോൾ 40 വയസ്സുണ്ട്. ഇനി എന്താ പറഞ്ഞേ? ഇപ്പോൾ PQR ഇവരുടെ ശരാശരി വയസ്സ്, ഇവരുടെ ശരാശരി വയസ്സ് 20 പറയുന്നുണ്ട്. PQR ഇവരുടെ ശരാശരി വയസ്സ് 20 എങ്കിൽ പിക്കും ക്യൂവിനും ആറിനും കൂടെ ആകെ എത്ര വയസ്സുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പോൾ അവരുടെ ശരാശരി വയസ്സ് 20 എങ്കിൽ PQR എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 3 പേരാ. ശരാശരി എണ്ണം കൊണ്ട് ഗുണിക്കും. ഇവിടുത്തെ 2 പേരുള്ളതുകൊണ്ട് 2 കൊണ്ട് ഗുണിച്ചു. ഇവിടെ 3 പേരുണ്ടാണ്ട് 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടി? 60 വയസ്സ്. ഈ 60 വയസ്സെന്ന് പറയുന്നത് പിയുടെയും ക്യൂവിൻ്റെയും ആറിൻ്റെയും ഇപ്പോഴത്തെ വയസ്സാണ്. പിയുടെയും ക്യൂവിൻ്റെയും ആറിൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ് 60 വയസ്സെന്ന് പറഞ്ഞത്. പിക്കും ക്യൂവിന് ഇപ്പോൾ എത്ര വയസ്സുണ്ടെന്ന് വെച്ചാൽ 40. പിക്കും ക്യൂവിന് ഇപ്പോൾ എത്ര വയസ്സുണ്ടെന്ന് വെച്ചാൽ 40. PQRന് ഇപ്പോൾ എത്ര വയസ്സുണ്ടെന്ന് വെച്ചാൽ 60. മനസ്സിലായോ? ഇതിൽ നിന്ന് നമുക്ക് എത്ര ആറിൻ്റെ വയസ്സ് കണ്ടുപിടിക്കും? PQന് 40 ഉണ്ട്, PQRന് 60 ഉണ്ടെങ്കിൽ ഈ 60-നകത്ത് 40 വയസ്സ് പിയുടെയും ക്യൂവിൻ്റെയും എങ്കിൽ ആറിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്ന് വെച്ചാൽ 60-ൽ നിന്ന് 40 കുറച്ചാൽ ആറിന് ഇപ്പോൾ 20 വയസ്സുണ്ട്. ആറിന് ഇപ്പോൾ 20 വയസ്സുണ്ട്. മനസ്സിലായോ? എങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 10 വർഷം കഴിയുമ്പോൾ ആറിൻ്റെ വയസ്സ് എത്ര? അപ്പോൾ ആഫ്റ്റർ 10 years 10 വർഷം കഴിയുമ്പോൾ ആറിന് എത്ര വയസ്സുണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ 20 വയസ്സുള്ള ആറിന് 10 വർഷം കഴിയുമ്പോൾ ഒരു 10 വയസ്സൂടെ കൂടും. ആൻസർ 30 വയസ്സായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 30 വയസ്സ് എന്ന് വെച്ചാൽ PQന് 5 വർഷം മുമ്പ് 15 വയസ്സായിരുന്നു ശരാശരി എങ്കിൽ 5 വർഷം മുമ്പ് എത്ര ഉണ്ടെന്ന് വെച്ചാൽ ശരാശരി ഇൻറ്റു എണ്ണം 2 പേരാണ് ഗുണിക്കുമ്പോൾ 30. 5 വർഷം മുമ്പ് 30 വയസ്സുണ്ടെങ്കിൽ PQന് ഇപ്പോൾ എത്ര വയസ്സുണ്ടെന്ന് വെച്ചാൽ 30-ഉം പിയുന് 5 കൂടി ക്യൂവിന് 5 കൂടി ഇപ്പോൾ 2 പേർ കൂടെ 40 വയസ്സ്. PQR അവർക്ക് ഇപ്പോൾ 3 പേർ കൂടി 20 വയസ്സാണ് ശരാശരി എങ്കിൽ തുകയെ ശരാശരി ഇൻറ്റു എണ്ണം 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 60. PQR 3 പേർ കൂടി ഇപ്പോൾ 60 വയസ്സാണുള്ളത്. ഈ 60 വയസ്സിനകത്ത് 40 വയസ്സ് എന്ന് പറയുന്നത് 60 വയസ്സിനകത്ത് 40 വയസ്സ് PQവിൻ്റെ വയസ്സാണെങ്കിൽ അത് കുറച്ചാൽ ബാക്കിയുള്ള 20 വയസ്സെന്ന് വെച്ചാൽ ആറിൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ്. മനസ്സിലായല്ലോ? എങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ആറിന് എത്ര വയസ്സുണ്ടെന്ന് പറയാൻ ആറിന് 10 വർഷം കഴിയുമ്പോൾ ഒരു 10 വയസ്സൂടെ കൂടും. 20 + 10 = 30 വയസ്സ്. ക്ലിയർ ആവുന്നുണ്ട്? ദിവസം നോക്കിയേ. എ എന്ന പൈപ്പ് തുറന്നാൽ ഒരു ടാങ്ക് നിറയാൻ 12 മിനിറ്റ്. ബി എന്ന പൈപ്പ് തുറന്നാൽ ആ ടാങ്ക് നിറയാൻ 15 മിനിറ്റ്. 2 പൈപ്പും ഒരുമിച്ച് തുറന്ന് 4 മിനിറ്റിന് ശേഷം എ എന്ന പൈപ്പ് അങ്ങ് പൂട്ടി എങ്കിൽ ശേഷിക്കുന്ന
ടാങ്ക് നിറയാൻ ഈ ബി എന്ന പൈപ്പ് മാത്രം ഉപയോഗിച്ച് എത്ര സമയം കൊണ്ട് ആ ടാങ്ക് നമ്മൾ നിറച്ചെടുക്കും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ 2 പൈപ്പുകളുണ്ട്. എ എന്ന പൈപ്പ് മാത്രം തുറന്നാൽ 12 മിനിറ്റ്, ബി എന്ന പൈപ്പ് മാത്രം തുറന്നാൽ 15 മിനിറ്റ്. രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് അങ്ങ് തുറക്കും. ഒരു 4 മിനിറ്റ് കഴിയുമ്പോൾ എ അങ്ങ് പൂട്ടും. അപ്പോൾ എന്തായി? ഇനി ബാക്കി ഉള്ളത് ബി ആണ് ആ ടാങ്ക് നിറയ്ക്കേണ്ടത്. ആ ബാക്കിയുള്ള ഭാഗം ബി നിറയ്ക്കാൻ ഇനി എത്ര സമയം എടുക്കുമെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? നമുക്കിത് ചെയ്യാം. ഇത് എളുപ്പമാണ്, കാര്യമൊന്നുമില്ല. എ എന്ന പൈപ്പ് തുറന്നാൽ ഒരു ടാങ്ക് നിറയാൻ 12 മിനിറ്റ്, ബി എന്ന പൈപ്പ് തുറന്നാൽ ടാങ്ക് നിറയാൻ 15 മിനിറ്റ്. എ തുറന്നാൽ 12 മിനിറ്റ്, ബി തുറന്നാൽ 15 മിനിറ്റ്. എ 12 ബി 15 ആണ്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി എ 12 ബി 15 ഇങ്ങനെ 12 15. അപ്പോൾ നമ്മളിവിടെ അറിയേണ്ട ഒരു കാര്യം, ഈ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന് നോക്കണം. ഈ ടാങ്കിനകത്ത് ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നറിയാൻ ഈ 12ൻ്റെയും 15ൻ്റെയും LCM കണ്ടാൽ മതി. 12ൻ്റെയും 15ൻ്റെയും LCM ആയിരിക്കും ആ ടാങ്കിൽ കൊള്ളുന്ന ആകെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 12ൻ്റെയും 15ൻ്റെയും LCM, 12ൻ്റെയും 15ൻ്റെയും LCM എന്ന് പറയുന്നത് 60 കിട്ടും. ഈ 60 എന്ന് പറയുന്നതാണ് ആ ടാങ്കിൽ കൊള്ളുന്ന ആകെ വെള്ളം എന്ന് പറയുന്നത് 60 ലിറ്റർ ആണ്. ഇനി എ എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി എത്രയാണെന്ന് നോക്കാം. മനസ്സിലായല്ലോ? എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഈ പൈപ്പ് 12 മിനിറ്റ് കൊണ്ടാണ് ആ ടാങ്ക് നിറയ്ക്കുന്നതെങ്കിൽ, 12 മിനിറ്റ് കൊണ്ടാണ് എ എന്ന പൈപ്പ് ടാങ്ക് നിറയ്ക്കുന്നതെങ്കിൽ 1 മിനിറ്റിൽ ആ പൈപ്പ് വഴി എത്ര ലിറ്റർ വെള്ളം നിറയ്ക്കാൻ പറ്റുമോ അതാണ് എ എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി. 12 മിനിറ്റ് കൊണ്ട് ആ ടാങ്ക് നിറയ്ക്കുമെങ്കിൽ ആ പൈപ്പ് 1 മിനിറ്റ് കൊണ്ട് എത്ര ലിറ്റർ വെള്ളം നിറയ്ക്കും അതാണ് അതിന്റെ എഫിഷ്യൻസി. ബി എന്ന പൈപ്പിന്റെ എഫിഷ്യൻസി എന്ന് വെച്ചാൽ ബി എന്ന പൈപ്പ് തുറന്നാൽ 15 മിനിറ്റ് കൊണ്ടാണ് ആ ടാങ്ക് നിറയുന്നതെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ബി എന്ന പൈപ്പ് എത്ര ലിറ്റർ വെള്ളം നിറയ്ക്കും ഇതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്ക് നോക്കാം. എ എന്ന പൈപ്പ് തുറന്നാൽ 12 മിനിറ്റ്, എ എന്ന പൈപ്പ് തുറന്നാൽ 12 മിനിറ്റ് എങ്കിൽ എയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ മൊത്തം നിറയ്ക്കേണ്ട വെള്ളത്തെ അത് ഒരു നിറയ്ക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് ഹരിച്ചാൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ എയുടെ എഫിഷ്യൻസി മൊത്തം എത്ര? 60 ലിറ്റർ ആണ്. എടുക്കുന്ന സമയം 12 മിനിറ്റാണ്. 12 കഴിക്കുമ്പോൾ 5. 1 മിനിറ്റിൽ അത് 5 ലിറ്റർ വെള്ളമാണ് ഒന്നാമത്തെ ട്ടോ. 1 മിനിറ്റിൽ 5 ലിറ്റർ, 2 മിനിറ്റിൽ 10 ലിറ്റർ, 3 മിനിറ്റിൽ 15 മിനിറ്റ്, അങ്ങനെ 10 മിനിറ്റ് ആകുമ്പോൾ 50 ലിറ്റർ, 12 മിനിറ്റ് ആകുമ്പോൾ 60 ലിറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ 1 മിനിറ്റിൽ 5 ലിറ്റർ വെച്ച് നിറച്ചാൽ മാത്രമേ 12 മിനിറ്റ് കൊണ്ട് 12 × 5 60 ലിറ്റർ നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇനി ബിയുടെ എഫിഷ്യൻസി ഒന്ന് നോക്കാം. ബിയുടെ എഫിഷ്യൻസി മൊത്തം എത്ര? 60 ലിറ്റർ ആണുള്ളത്. ബി നിറയ്ക്കുന്നത് 15 ആണ്. 60നെ 15 വെച്ചിരിക്കുമ്പോൾ 4 മിനിറ്റ്. അപ്പോൾ എന്നിട്ട് എ എന്ന് പറയുന്നത് 1 മിനിറ്റിൽ 5 ലിറ്റർ നിറയ്ക്കും. ബി എന്ന് പറയുന്നത് 1 മിനിറ്റിൽ 4 നിറയ്ക്കും. മനസ്സിലായല്ലോ? ഓക്കെ. കാര്യം 1 മിനിറ്റിൽ 4 നിറച്ചാൽ 4 ലിറ്റർ നിറച്ചാൽ 15 ലിറ്റർ, 15 × 4 60 ലിറ്റർ നിറയ്ക്കും. ഇത്രയൊക്കെയാണേ. എങ്കിൽ നമുക്ക് നോക്കാം എയും ബിയും കൂടെ എഫിഷ്യൻസി നോക്കാം. എയുടെയും ബിയുടെ എഫിഷ്യൻസി, എയും ബിയും കൂടെ ഒരുമിച്ച് തുറന്നാൽ 1 മിനിറ്റ് കൊണ്ട് എത്ര നിറയ്ക്കും നോക്കാം. എയും ബിയും കൂടെ ഒരുമിച്ച് തുറന്നാൽ എ 5 നിറയ്ക്കും, ബി 4 നിറയ്ക്കും. 5 4 9 ലിറ്റർ നിറയ്ക്കും. എ 5 ബി 4 നിറയ്ക്കും. 5 4 9 ലിറ്റർ നിറയ്ക്കും. മനസ്സിലായല്ലോ? എ 5 ലിറ്ററും ബി 4 ലിറ്റർ നിറയ്ക്കും. മൊത്തത്തിൽ 9 ലിറ്റർ വെള്ളമാണ് 1 മിനിറ്റിൽ നിറയ്ക്കുന്നത്. ആര്? എയും ബിയും കൂടെ 1 മിനിറ്റിൽ 9 ലിറ്റർ വെള്ളം നിറയ്ക്കും. ഓക്കെ ആണേ. ഇങ്ങനെ ഇവർ രണ്ടുപേരും നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒരു 4 മിനിറ്റ് ഒരുമിച്ച് അങ്ങ് പ്രവർത്തിപ്പിക്കാൻ പോവാം. 4 മിനിറ്റ് എയും ബിയും കൂടെ 1 മിനിറ്റിൽ 4 ലിറ്റർ 9 ലിറ്റർ വെച്ച് 4 മിനിറ്റ്. അപ്പോൾ 4 മിനിറ്റ് കൊണ്ടാകുമ്പോൾ 4 × 9 ലിറ്റർ. മനസ്സിലായല്ലോ? 9 ലിറ്റർ ആണ് നിറയ്ക്കുന്നത്. 1 മിനിറ്റിൽ 9 ലിറ്റർ ആണ് നിറയ്ക്കുന്നത്. രണ്ടും കൂടെ ഒരുമിച്ച് തുറന്നു. 4 മിനിറ്റ് കൊണ്ട് 9 4 36 ലിറ്റർ വെള്ളം ഇവിടെ നിറഞ്ഞു. 36 ലിറ്റർ വെള്ളം അവിടെ നിറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ബാലൻസ്? ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എ എന്ന പൈപ്പ് അങ്ങ് പൂട്ടും. മൊത്തത്തിൽ 36 ലിറ്റർ വെള്ളം ഉണ്ട്. ഇനി ബാലൻസ് എത്ര ലിറ്റർ ഉണ്ട്? ബാലൻസ് ഓക്കെ, ബാലൻസ് മൊത്തത്തിൽ 60 ആണ്. 60ൽ നിന്ന് 36 ലിറ്റർ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്ന് വെച്ചാൽ 24 ലിറ്റർ ഇനി നിറയാനുണ്ട്. ഈ 24 ലിറ്റർ ഇനി നിറയാൻ ബാലൻസ് നിൽക്കുന്ന സമയത്താണ് എ എന്ന പൈപ്പ് ഞാൻ അങ്ങ് പൂട്ടിയത്. എ എന്ന പൈപ്പ് പൂട്ടി. ഇനി 24 ലിറ്റർ ആര് നിറയ്ക്കണം? ബി എന്ന പൈപ്പ് ഒറ്റയ്ക്ക് നിറയ്ക്കണം. ബി എന്ന പൈപ്പ് ഒറ്റയ്ക്ക് നിറയ്ക്കണം. അപ്പോൾ ബിക്ക് ഇത് ഇനി എത്ര നിറയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് നോക്കുക. ബി മൊത്തത്തിൽ 24 ലിറ്റർ ആണ് ഇനി നിറയ്ക്കേണ്ടത്. ബിക്ക് 1 മിനിറ്റിൽ 4 ലിറ്റർ നിറയ്ക്കാനുള്ള കഴിവേ ഉള്ളൂ. കാര്യം എന്താ? എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1 മിനിറ്റിൽ 4 ലിറ്റർ നിറയ്ക്കാനുള്ള കഴിവേ ഉള്ളൂ. അപ്പോൾ 24 ലിറ്റർ നിറയ്ക്കാൻ 24/4 6 മിനിറ്റ് എന്ന് കിട്ടും. മനസ്സിലായോ? 6 മിനിറ്റ്. മനസ്സിലായോ? അപ്പോൾ 6 മിനിറ്റ് കൊണ്ട് ഇതിന് നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഒന്നുകൂടെ പറയാം. എ എന്ന പൈപ്പ് തുറന്നാൽ ഒരു ടാങ്ക് നിറയാൻ 12 മിനിറ്റ്,
ബി എന്ന പൈപ്പ് തുറന്ന ടാങ്ക് നിറയാൻ 15 മിനിറ്റ് എങ്കിൽ ആകെ അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്ന് അറിയാൻ 12ന്റെയും 15ന്റെയും എഫിഷ്യൻസി കണ്ടുപിടിച്ച് LCM കണ്ടുപിടിച്ച് വെച്ചാൽ മതി. 60 ലിറ്റർ എന്ന് കിട്ടും. ഈ 60 ലിറ്റർ ആണ് ആ ടാങ്കിൽ കൊള്ളുന്ന മൊത്തം വെള്ളം. അപ്പോൾ എയുടെ എഫിഷ്യൻസി 60/12 എന്ന് വെച്ചാൽ 5. ബിയുടെ എഫിഷ്യൻസി 60/15 = 4. ഓക്കെ, അപ്പോൾ എക്ക് ഒരു ദിവസം 5 ലിറ്ററും 1 മിനിറ്റിൽ 5 ലിറ്റർ, ബിക്ക് 1 മിനിറ്റിൽ 4 ലിറ്റർ നിറയ്ക്കാൻ പറ്റും. എങ്കിൽ എയും ബിയും കൂടെ നിന്നാൽ 9 ലിറ്റർ നിറയ്ക്കും. 9 ലിറ്റർ 1 മിനിറ്റിൽ 9 ലിറ്റർ നിറയ്ക്കും. അങ്ങനെ 4 മിനിറ്റ് കൊണ്ട് 36 ലിറ്റർ നിറയ്ക്കും. അങ്ങനെ 36 ലിറ്റർ നിറച്ചിട്ട് എ പൂട്ടി. ഇനി ബാലൻസ് ഉള്ള 24 ലിറ്റർ ഇനി ബി ആയിരിക്കണം നിറക്കേണ്ടത്. ആ ബിക്ക് ഒരു മിനിറ്റ് 4 ലിറ്റർ നിറയ്ക്കാനുള്ള കഴിവേ ഉള്ളൂ. അപ്പോൾ 24/4 = 6 മിനിറ്റ്. അപ്പോൾ ബിക്ക് ഈ ടാങ്ക് നിറയ്ക്കാൻ 4 മിനിറ്റ് ആണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു ബസ് സാധാരണ വേഗതയുടെ 5/6 വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് ലേറ്റായാണ്, താമസിച്ചാണ് എത്തിയത്. എങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ടാണ് ആ ബസ് യാത്ര പൂർത്തിയാക്കുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരു ബസ് സാധാരണ വേഗതയുടെ 5/6 വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 5/6 വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 10 മിനിറ്റ് ലേറ്റായിട്ട്, മനസ്സിലായി, 10 മിനിറ്റ് ലേറ്റാണ്, മനസ്സിലായല്ലോ. 10 മിനിറ്റ് ലേറ്റായിട്ടാണ് എത്തിയേക്കുന്നത്. എങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ടാണ് ഈ ബസ് യാത്ര പൂർത്തിയാക്കുന്നത് എന്ന് ചോദിച്ചാൽ വേറെ കാര്യമൊന്നുമില്ല. നമുക്ക് ഈ ഭിന്നസംഖ്യ പറയുമ്പോൾ ഈ മേളിൽ കിടക്കുന്ന അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ എന്നും താഴെ കിടക്കുന്ന ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, ന്യൂമറേറ്ററും താഴെ ഡിനോമിനേറ്ററും. നമ്മൾ ഇത് ചെയ്യാനുള്ള കാര്യം, ഈ ന്യൂമറേറ്റർ ഏതാണോ അത് അതേപോലെ അങ്ങ് എഴുതണം. ന്യൂമറേറ്റർ എന്നിട്ട് എന്താണ്, ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ ഡിഫറൻസ് എടുക്കണം. വലുതിൽ നിന്ന് ചെറുത്, 6 ആണ് വലുത്, 6ൽ നിന്ന് ചെറുതായ 5 കുറയ്ക്കുക. ഇനി മേളിൽ കിടക്കുന്ന സംഖ്യയാണ് വലുതെങ്കിൽ അതിൽ നിന്ന് താഴെ കിടക്കുന്ന സംഖ്യ, വലുതിൽ നിന്നേ ചെറുത് കുറയ്ക്കാവുള്ളൂ, മൈനസ് വരരുത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വലുത് 6 ആയതുകൊണ്ട് ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ എന്ന് എഴുതാം. ഇൻറ്റു ടൈം ആണ് എൻ്റെ ഇക്വേഷൻ. ചെയ്യാനുള്ളതല്ല, മേളത്തെ സംഖ്യ അതേപോലെ എഴുതുക, മേളത്തിന് താഴത്തെ സംഖ്യ നമ്മൾ വ്യത്യാസം എഴുതുക, ഇൻറ്റു സമയം. അപ്പോൾ മേളത്തെ സംഖ്യ 5 ഡിവൈഡഡ് ബൈ വ്യത്യാസം 6 - 5, 6 5 നമ്മളെ വ്യത്യാസം 5, ഈ 6 - 5 ഇനി എന്താണ് ഇൻറ്റു ടൈം ഡിഫറൻസ്. ടൈം ഡിഫറൻസ് എത്രയാണ്? 10 മിനിറ്റിൻ്റെ വ്യത്യാസമാണുള്ളത്, 10 മിനിറ്റിൻ്റെ. അപ്പോൾ നമുക്ക് നോക്കാം. 5 ഡിവൈഡഡ് ബൈ 6ൽ നിന്ന് 5 കുറച്ചാൽ 1 × 10, 5 × 5 50. ആൻസർ 50 മിനിറ്റ് കൊണ്ടാണ് സാധാരണ ആ വണ്ടി യാത്ര പൂർത്തിയാക്കുന്നത്. എത്ര മിനിറ്റ് കൊണ്ടാണ്? 50 മിനിറ്റ് കൊണ്ടാണ് ഈ യാത്ര പൂർത്തിയാക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ കാര്യമൊന്നുമില്ല. ഒരു വാഹനം അതിൻ്റെ സാധാരണ വേഗതയുടെ 5/6 വേഗത സഞ്ചരിച്ചപ്പോൾ എന്ത് ചെയ്തു? 5/6 വേഗത സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് കൊണ്ടാണ് അത്, പിന്നെ 10 മിനിറ്റ് ലേറ്റായാണ് എത്തുന്നത്. സാധാരണ എങ്കിൽ ആ ബസ് എത്ര സമയം കൊണ്ടാണ് യാത്ര പൂർത്തിയാക്കുന്നത് വെച്ചാൽ മേളത്തെ സംഖ്യ ഏതാണ്? അംശം അത് അതേപോലെ, ന്യൂമറേറ്റർ അതേപോലെ എഴുതുക, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് താഴെ എഴുതുക, ഇൻറ്റു ടൈം അങ്ങ് എഴുതിച്ചു, അത് 50 മിനിറ്റ്. ഇനി അവൻ്റെ സാധാരണ വേഗതയുടെ 7/6 വേഗതയിൽ പോയി സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് നേരത്തെ എത്തി. ഇങ്ങനെ പറയുന്നത് വിചാരിച്ചു, ഒരു വാഹനം സാധാരണ വേഗതയുടെ 7/6 വേഗത സഞ്ചരിച്ചപ്പോൾ 10 മിനിറ്റ് നേരത്തെ എത്തി. എങ്കിൽ സാധാരണ എത്ര സമയം കൊണ്ടാണ് അത് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? എന്താണ് 7 ഡിവൈഡഡ് ബൈ 7ൽ നിന്ന് 6 കുറയ്ക്കുക, 7 - 6. മേളത്തെ സംഖ്യ അത് എഴുതുക, ഇത് നമ്മൾ ഡിഫറൻസ് എഴുതുക, ഇൻറ്റു 10. ഓക്കെ ആണല്ലോ. 10 വരെ വേണമെങ്കിൽ 5 എഴുതിക്കോ. 5 മിനിറ്റ് നേരത്തെ എത്തിയെന്ന് വിചാരിച്ചു. 10 വരെ 5 മിനിറ്റ് നേരത്തെ എത്തി. എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല. 7 ഡിവൈഡഡ് ബൈ 6ൽ നിന്ന് 7ൽ നിന്ന് 6 കുറച്ച് 1 × 5, 7 × 35 മിനിറ്റ് കൊണ്ടാണ് ആ വണ്ടി ആ യാത്ര പൂർത്തിയാക്കുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ. മേളത്തെ സംഖ്യ ഏതാണ് അതേപോലെ എഴുതുക, മേളത്തെ താഴത്തെ സംഖ്യയുടെ ഡിഫറൻസ് എഴുതുക, ഇൻറ്റു ടൈം. ഇതാണ് ഇതാ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ഉദാഹരണം പറഞ്ഞ് ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരാൾ ഒഴുക്കിന് അനുകൂലമായി 60 കിലോമീറ്റർ ദൂരം 6 മണിക്കൂർ കൊണ്ടും ഒഴുക്കിനെതിരെ 20 കിലോമീറ്റർ ദൂരം 4 മണിക്കൂർ കൊണ്ടും സഞ്ചരിച്ചാൽ ഒഴുക്ക് വെള്ളത്തിൻ്റെ വേഗത എത്ര? അല്ലെങ്കിൽ ഒഴുക്കിൻ്റെ വേഗത എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒഴുക്കിൻ്റെ വേഗത, ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗതയും ഒഴുക്കിന് എതിരെയുള്ള വേഗതയും തന്നാൽ ഒഴുക്കിൻ്റെ വേഗത കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഉദാഹരണം, ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗതയെ നമുക്ക് എക്സ് എന്നെടുക്കാം. എക്സ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, എക്സ് കണ്ടുപിടിക്കുന്നത് ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗത ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ സഞ്ചരിക്കുന്ന ദൂരത്തെ സമയം കൊണ്ട് ഹരിച്ചാൽ മതി. സഞ്ചരിക്കുന്ന ദൂരം എത്ര? 60 കിലോമീറ്റർ ദൂരമാണ്. 60 കിലോമീറ്റർ ദൂരം. ഓക്കെ, എടുക്കുന്ന സമയം എത്ര? 6 മണിക്കൂറാണ്. അപ്പോൾ എന്താണ്? 60/6 10 km/h ആണ് ഒഴുക്കിന് അനുകൂലമായിട്ടുള്ള വേഗത. ഇനി ഒഴുക്കിനെതിരെയുള്ള വേഗത y.
y എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണ്ട, മൊത്തം സഞ്ചരിക്കുന്ന ദൂരം ഒഴുക്കിന് എതിരെയുള്ള വേഗത എന്ന് പറയുമ്പോൾ മൊത്തം എത്ര 20 കിലോമീറ്റർ ദൂരമാണ് അയാൾ സഞ്ചരിക്കുന്നത്. എത്ര മണിക്കൂറുണ്ടാ? 4 മണിക്കൂറുണ്ട്. അപ്പോൾ ദൂരം ബൈ സമയമാണ് വേഗത. അപ്പോൾ എന്ത് കിട്ടി? 20 വെച്ചിരിക്കുമ്പോൾ 5 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? ഒഴുക്കിന് അനുകൂലമായി 10 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി. ഒഴുക്കിനെതിരെ എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ പെർ അവറും കിട്ടി. ഇനി ഒഴുക്കിന്റെ വേഗതയും ചോദിക്കാം, നിശ്ചല ജലത്തിലെ ബോട്ടിന്റെ വേഗതയും ചോദിക്കാം, അല്ലെങ്കിൽ നിശ്ചല ജലത്തിലെ വേഗതയും ചോദിക്കാം, അല്ലെങ്കിൽ നിശ്ചല ജലത്തിലെ അയാളുടെ വേഗതയും ചോദിക്കാം, ഒഴുക്കിന്റെ വേഗതയും ചോദിക്കാം. രണ്ടും ചോദിക്കാം. ഒഴുക്കിന്റെ വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒഴുക്കിന്റെ വേഗത ബി എന്ന ലെറ്റർ ഉപയോഗിക്കുന്നത്. ഒഴുക്കിന്റെ വേഗത കണ്ടുപിടിക്കാൻ ബി എന്ന ലെറ്റർ. ബി എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ വേറെ കാര്യമൊന്നുമില്ല, x മൈനസ് വൈ ബൈ 2 ആണ്. എക്സിന്ന് y കുറച്ചിട്ട് അതിന്റെ പകുതി എടുക്കുന്നതാണ് ഒഴുക്കിന്റെ വേഗത എന്ന് പറഞ്ഞു. ഒഴുക്കിന്റെ വേഗത ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒഴുക്കിന്റെ വേഗത ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് നമ്മൾ കണ്ടുപിടിച്ചു 10 മൈനസ് y എന്ന് പറഞ്ഞാൽ 5/2, 10/5, 10 മൈനസ് 5 എന്ന് വെച്ചാൽ 5/2 എന്ന് വെച്ചാൽ 2.5 കിലോമീറ്റർ പെർ അവർ ആണ്. 2.5 കിലോമീറ്റർ പെർ അവർ ആണ് ഒഴുക്കിന്റെ വേഗത എന്ന് പറയുന്നത്. ഇനി പിന്നെ നിശ്ചല ജലത്തിലെ ബോട്ടിന്റെ വേഗതയായ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. നിശ്ചല ജലത്തിലെ വേഗതയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ഇത് ഇക്വേഷൻ ഇതാണ്, x+y/2 ആണ്. x+y/2 നിശ്ചല ജലത്തിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ 2.5 ആണ്. നിശ്ചല ജലത്തിലെ വേഗതയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ x+y/2. 3t ഇവിടെ 10 + 5/2 15/2 സമം 7.5 കിലോമീറ്റർ പെർ അവർ ആണ് എന്തെന്ന് പറയുന്നത് നിശ്ചല ജലത്തിലെ വേഗത. ഇത് ഒഴുക്കിന്റെ വേഗതയാണ് ചോദിച്ചിരിക്കുന്ന. ആൻസർ 2.5 ആണ്. ഇനി നിശ്ചല ജലത്തിലെ വേഗത ചോദിച്ചാൽ 7.5 കിലോമീറ്റർ പെർ അവർ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ആൻസർ 2.5 കിലോമീറ്റർ പെർ അവർ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു തുക സാധാരണ പലിശയ്ക്ക് ഇരട്ടിയാകാൻ 4 വർഷം എടുക്കുന്നു എങ്കിൽ അത് 10 മടങ്ങാക്കാൻ എടുക്കുന്ന വർഷം എത്ര? ഒരു തുക സാധാരണ പലിശയ്ക്ക് ഇരട്ടിയാകാൻ എത്ര 4 വർഷം എടുക്കുന്നു എങ്കിൽ 10 മടങ്ങാകാൻ എടുക്കുന്ന വർഷം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇത് ചെയ്യാൻ ഒറ്റ സ്റ്റെപ്പ് ഈ പറയുന്ന സ്റ്റെപ്പ് ഒന്നും ആലോചിക്കും. ഇത് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് ചെയ്യണം, വേറെ ഒന്നും ചെയ്യണ്ട. ഒരു തുക സാധാരണ പലിശയ്ക്ക് ഇരട്ടിയാകാൻ 4 വർഷം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10 മടങ്ങ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10 മടങ്ങാണ്. ആ 10 എഴുതണം. 10 - 1. 10 മടങ്ങ് എന്ന് പറയുമ്പോൾ 10 - 1 ബൈ ഇരട്ടി എന്ന് വെച്ചാൽ 2 അത് എഴുതുന്നത് 2 - 1 എഴുതും. ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അത് മേളിൽ എഴുതണം. അതേ -1 ഏതാണോ ക്വസ്റ്റ്യൻ തന്നെ ഇരട്ടി 2 മടങ്ങാണ് 2 - 1 ഇൻറ്റു ടൈം എന്ന് വെച്ചാൽ എത്ര? 4. ടൈം എന്ന് പറഞ്ഞാൽ 4 മടങ്ങിന്റെ ഒരു ടൈം ഉണ്ട്. സെക്കൻഡ് നമ്പർ -1 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമ്പർ -1 ഇൻറ്റു ടൈം എന്നും കൊടുത്താൽ മതി. അപ്പോൾ 10 മടങ്ങാകുമ്പോൾ 10 - 1 9. 2 മടങ്ങ് 2 - 1 ഇൻറ്റു 4 9 4 36. ആൻസർ 36 വർഷമായിരിക്കും എടുക്കുന്നത്. ഇത്രയും ചെയ്താൽ മതി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10 മടങ്ങാകാൻ. അപ്പൊ കണ്ടുപിടിക്കേണ്ട ഏതാണോ അത് മണ്ടയ്ക്കാണ്. -1 തന്നേക്കുന്നത് ഇരട്ടി 2 - 1 ഇൻറ്റു ഒരു വർഷം തന്നിട്ടുണ്ട്. എത്ര? ഇരട്ടിയുടെ ഒരു വർഷം തന്നിട്ടുണ്ട്. എത്ര? 4. തന്നേക്കുന്ന വർഷം ഏതാണോ അത് ഇട്ട് കൊടുക്കണം. ചെയ്താൽ മതി. 10 എന്ന് കുറച്ച് 9, 4 എന്ന് കുറച്ച് കഴിഞ്ഞാൽ 2 എന്ന് കുറച്ച് 1 9 4 36. ആൻസർ 36 വർഷം എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മളിവിടെ ഒരു ഭിത്തിയുടെ ചൂട്ടിൽ നിന്നും കുറച്ച് അകലെയായി ഒരു ഏണി ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. ഏണിയുടെ നീളം 3 മീറ്ററാണ്. ഏണിയുടെ ചുവടും തറയും തമ്മിലുള്ള കോൺ 60 ഡിഗ്രി ആണെങ്കിൽ ഭിത്തിയുടെ താഴെ അറ്റത്തുനിന്ന് ഏണി വരെയുള്ള ഉയരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്ന പോലെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത് നമ്മുടെ ഭിത്തി. ഇവിടെ ഒരു ഏണി ഇതാ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. ഏണി ചാരി വെച്ചു. ഓക്കെ, ഈ ഏണിയുടെ നീളം എന്ന് പറയുന്നത് 3. അപ്പോൾ ഇത് നമ്മുടെ തറ. ഓക്കെ, തറ. ഓക്കെ, ഈ ഏണിയുടെ നീളം എന്ന് പറഞ്ഞാൽ 3 മീറ്റർ ആണ്. ഈ തറയും ഏണിയും തമ്മിലുള്ള കോൺ 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയാണ്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി 60 ഡിഗ്രിയാണ്. ഇനി നമുക്കെന്താ ഇവിടുത്തെ കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇവിടുത്തെ കോൺ ഈ ഭിത്തി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കണം, ഇപ്പോൾ ഒരു ഭിത്തി ഇങ്ങനെ നെട്ടനെ നിൽക്കിയത് 90 ഡിഗ്രി. ഇവിടുത്തെ കോൺ 60 ഡിഗ്രിയാന്ന് പറയുന്നത്. ഭിത്തിയും തറയും തമ്മിലുള്ള കോൺ 60 ഡിഗ്രിയാന്ന് പറഞ്ഞു. ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ തുക എന്ന് പറയുന്നത്, ഏതൊരു ത്രികോണത്തിന്റെയും കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഇത് 90, ഇത് 60. അപ്പോൾ ഇത് 180 ആണെങ്കിൽ ബാക്കി ഇത് 30 ആയിരിക്കണം. അപ്പോൾ ത്രികോണത്തിന്റെ കോണുകൾ കിട്ടി 30 60 90 എന്ന് കിട്ടി. 30 60 90. ഇനി നമുക്ക് ഒരു റേഷ്യോ വെച്ച് ഇത് എളുപ്പം ചെയ്യാം.
ത്രികോണത്തിന്റെ കോണുകൾ 30, 60, 90 ആണ് എങ്കിൽ, ത്രികോണത്തിന്റെ കോണുകൾ 30, 60, 90 ആണെങ്കിൽ അവയുടെ വശങ്ങൾ തമ്മിൽ അംശം എന്താ? 1:√3:2 ആണ്. 1:√3:2 ആണ്. വശങ്ങൾ തമ്മിൽ അംശം എന്താ? 1:√3:2 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏറ്റവും ചെറിയ കോൺ എത്രയാണോ അതിന് ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും 1. അപ്പോൾ ഏറ്റവും ചെറിയ കോൺ ഇതാണ് ഒരു റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത ഇച്ചിരിയുടെ വലുത് എത്രയാണോ അതിന് ഓപ്പോസിറ്റ് ആണ് √3. ഏറ്റവും വലുത് എത്രയാണോ അതിന് ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും 2. അപ്പം 60-ന് ഓപ്പോസിറ്റ് ഉള്ള ഇതായിരിക്കും. ഇതെന്ന് പറയുന്നതാണ് 30 എന്ന് പറയുന്നത്. 30-ന് ഓപ്പോസിറ്റ് ഇതാണ് ഒരു റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 60-ന് ഓപ്പോസിറ്റ് ഉള്ളത് എത്രയാണ്? ഈ ഒരു √3 റേഷ്യോ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു എക്സ് എന്ന് എടുക്കാം. നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു എക്സ് എന്ന് വെച്ചാൽ എക്സ്. ഇവിടെ എന്താണ്? എക്സ് √3 എന്ന് കൊടുക്കാം. ഇവിടുത്തെ എന്ന് വെച്ചാൽ 2x എന്നും കൊടുക്കാം. 1:√3:2. 1 എന്ന് പറയുന്നത് ഒന്നെന്ന് വെച്ചാൽ ഒരു എക്സ് എന്ന ഈ റേഷ്യോ മാറ്റം ഇതിനെല്ലാം നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കാൻ പോവാ? എക്സ് കൊണ്ട് ഗുണിക്കാൻ പോകും. ഒന്നിനെ എക്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു എക്സ്, √3x കൊണ്ട് ഗുണിക്കുമ്പോൾ എക്സ് √3, 2-നെ എക്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ 2x. ഇനി എന്താ പറഞ്ഞേ? ഈ പറയുന്ന ഈ 2x എന്ന് പറയുന്ന നീളം ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. എത്ര? 3 മീറ്റർ. 2x എന്ന് പറയുന്നത് 3 മീറ്റർ. നമുക്ക് കണ്ടുപിടിക്കാം. ഈ 2x എന്ന് പറയുന്നതാണ് 3 മീറ്റർ. ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 2x-ന്റെ നീളം 3 മീറ്റർ. 2x-ന്റെ നീളം 3 മീറ്റർ ആണെങ്കിൽ എക്സിന്റെ നീളം എത്രയാണെന്ന് എക്സ് എത്രയാണെന്ന് അറിയാൻ 3 ഈ 2 ഗുണിച്ചൊക്കെ പുറത്ത് വരുമ്പോൾ 3/2 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ്? ത്രികോണത്തിന്റെ കോണുകൾ അളവുകൾ എത്ര? 30, 60, 90 ആണെങ്കിൽ വശങ്ങൾ തമ്മിൽ അംശം എന്താ? 1:√3:2 ആണ്. അപ്പോൾ 30-ന് ഓപ്പോസിറ്റ് 1, 60-ന് ഓപ്പോസിറ്റ് √3, 90-ന് ഓപ്പോസിറ്റ് 2. അപ്പോൾ 90 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് 2 ആണ്. ഈ 2x എന്ന് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 3 മീറ്റർ. ആ ഏണിയുടെ നീളം 3 മീറ്റർ എന്ന് പറയുന്നുണ്ട്. 2x 3 മീറ്റർ ആണ്. എക്സിന്റെ വാല്യൂ എത്ര? 3/2 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് എന്താ ചോദിക്കുന്നത്? എങ്കിൽ ഈ ഭിത്തിയുടെ ചൂടും ഏണിയും മുട്ടുന്ന ഈ ഭാഗങ്ങൾ തമ്മിലുള്ള അകലെ ഈ ദൂരം എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഈ ദൂരം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. x√3 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് x√3 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താ? എക്സിന്റെ വാല്യൂ നമ്മൾ ഇതാ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ? 3/2 × √3. 3/2 × √3 കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ 3/2 × √3. ഇനി √3യുടെ വില നിങ്ങൾ അറിയണം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2-3 വില ഞാനിവിടെ എഴുതിയിടാൻ പോവാ. √2ന്റെ വില നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാണാതെ പഠിച്ചുകൊണ്ട് എപ്പോഴും നമ്മളൊരു PSC വിദ്യാർത്ഥി എപ്പോഴും കാണാതെ പഠിച്ചിരിക്കേണ്ട 3 വിലകൾ അറിഞ്ഞിരിക്കുകയെങ്കിൽ ഒരുപാട് എടുത്ത് ഉപയോഗം പറയൂ. അത് നിങ്ങൾക്കത് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഈ 3 വാല്യൂ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഉപയോഗങ്ങൾ എവിടെ വരുന്നതിനൊക്കെ ഒത്തിരി എടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഒത്തിരി എടുത്ത് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇത് കാര്യം പെട്ടെന്ന്. √2ന്റെ വില 1.4142. √3യുടെ വില 1.732. √5ന്റെ വില 2.236. ഈ 3 വിലകൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഒരുപാടെടുത്ത് ഉപയോഗം വരും. ഒരുപാടെടുത്ത്. അപ്പം നമുക്കിതാ ഇവിടെ √3യുടെ വില വന്നു. അപ്പോൾ നമുക്ക് നോക്കാം. 3/2 × √3യുടെ വില എത്ര? 1.732. ഇത് ഗുണിച്ച് നോക്കിയാൽ മതി. ഇത് ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 2.59 എന്നുള്ള ഉത്തരമായിരിക്കും കിട്ടുന്നത്. ഗുണിക്കുമ്പോൾ എത്ര കിട്ടോ? 2.59 എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ ഒരു കാര്യം ഇവിടെ പറയാം. 30, 60, 90 ആകുമ്പോൾ വശങ്ങൾ തമ്മിൽ അംശം എന്താ? 1:√3:2 ആണ്. ഇതേപോലെ ഒരെണ്ണോടുണ്ട്. എത്ര? 45, 90. കോണുകൾ 45, 90 ആണെങ്കിൽ 1:1:√2 ആയിരിക്കും കേട്ടോ. 1:1:√2. കോണുകൾ 30, 60, 90 ആണെങ്കിൽ വശങ്ങൾ തമ്മിൽ അംശം എന്താ? 1:√3:2ഉം 45, 90 ആണെങ്കിൽ 1:1:√2 ആയിരിക്കും. ഇത് രണ്ടെണ്ണം അറിയാമെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഈ 3 വാല്യൂസ് നിങ്ങൾ അത്യാവശ്യം പഠിച്ചിരിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം 2.59 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മുടെ 10 സെന്റിമീറ്റർ നീളവും 6 സെന്റിമീറ്റർ വീതിയും 3 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു ചതുരപ്പെട്ടിയിൽ 3 സെന്റിമീറ്റർ വ്യാസമുള്ള എത്ര ഗോളങ്ങൾ അടുക്കി വെക്കാം? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒന്നുമില്ല, ഒറ്റ സ്റ്റെപ്പ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നമ്മളിവിടെ ചോദിക്കുന്നത് 10 സെന്റിമീറ്റർ നീളവും. അപ്പം 10 സെന്റിമീറ്റർ നീളം എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ, വീതി എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ, ഉയരം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ. ഈ ഒരു ചതുരപ്പെട്ടിയിൽ എത്ര? 3 സെന്റിമീറ്റർ വ്യാസമുള്ള വ്യാസം 3 സെന്റിമീറ്റർ. ഓക്കെ, വ്യാസം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ വ്യാസമുള്ള എത്ര ഗോളങ്ങൾ അടുക്കി വെക്കാം? ഇതാണ് ചോദിച്ചേക്കുന്നത്. ഒന്നുമില്ല,
വളരെ സിമ്പിളായിട്ട് എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, പെട്ടിയുടെ നീളം ഉണ്ടല്ലോ, നീളത്തെ ഗോളത്തിൻ്റെ വ്യാസം കൊണ്ട് ഹരിക്കണം. ആദ്യം 10നെ 3 വെച്ച് ഹരിക്കാം. 3 വെച്ച് ഹരിക്കുമ്പോൾ ഹരണഫലം മാത്രം എടുത്താൽ അത് ശിഷ്ടമൊന്നും എടുക്കണ്ട. ഇവിടെ 10നെ 3 വെച്ച് പൂർണ്ണമായി ഹരിക്കാൻ പറ്റത്തില്ല, പോയിന്റ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 3 9 ശിഷ്ടം എടുക്കണ്ട. കാര്യം ഉണ്ട് ഇങ്ങനെ 10നെ 3 വെച്ച് ഹരിക്കുമ്പോൾ 3 9 ശിഷ്ടം 1. ഇനി ഹരിക്കണേ പോയിന്റ് കൊടുക്കണം. ഈ ശിഷ്ടം എടുക്കേണ്ട, പോയിന്റ് ഇത് മാത്രം എടുത്താൽ മതി. ഇനി അടുത്ത വ്യാസം, ഈ രണ്ട് ഈ ഉയരം, നീളം, അടുത്ത വീതി. ഈ 6നെയും വ്യാസമായ 3 വെച്ച് ഹരിക്കണം. ഹരിക്കുമ്പോൾ 3t 2. ഓക്കെ, ഇനി ഉയരമായ 3നെയും ഈ വ്യാസമായ 3 വെച്ച് ഹരിക്കണം. അപ്പോൾ 3t 1 കിട്ടി. എത്ര കിട്ടി? ഈ നീളത്തെയും വ്യാസം കൊണ്ട് ഹരിക്കണം, വീതിയും വ്യാസം കൊണ്ട് ഹരിക്കണം, ഉയരത്തെയും വ്യാസം കൊണ്ട് ഹരിക്കണം. പൂർണ്ണമായി ഹരിച്ച് കിട്ടുന്ന സംഖ്യകൾ മാത്രം എടുത്താൽ മതി, ശിഷ്ടമൊന്നും എടുക്കണ്ട. അപ്പോൾ ഇവിടെ എത്ര ഹരിച്ചു കിട്ടി? 3. ഇവിടെ എത്ര ഹരിച്ചു കിട്ടി? 2. ഇവിടെ എത്ര കിട്ടി? 1. തമ്മിൽ ഞാൻ ഗുണിച്ച് വെച്ചാൽ മതി. 2 3 6, 2 × 3 6, 6 1 6. ആൻസർ എത്ര എണ്ണം അതിനകത്ത് അടുക്കി വെക്കാമെന്ന് വെച്ചാൽ 6 എണ്ണം അതിനകത്ത് അടുക്കി വെക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ചതുരത്തിൻ്റെ നീളത്തെയും വീതിയെയും ഉയരത്തെയും, ചതുരപ്പെട്ടിയുടെ നീളത്തിൻ്റെയും വീതിയെയും ഉയരത്തെയും ഗോളത്തിൻ്റെ വ്യാസം കൊണ്ട്, ആരല്ല വ്യാസം, ഇവിടെ വ്യാസം എന്ന് തന്നെ പറയുന്നുണ്ട്, വ്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ പൂർണ്ണമായി ഹരണഫലം കിട്ടുന്ന സംഖ്യകൾ എടുക്കുക, ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. ഇപ്പോൾ ഇവിടെ 3, ഇവിടെ 2 1, 3 × 2 6, 6 × 1 6. എത്ര എണ്ണം അടുക്കി വെക്കുക എന്ന് വെച്ചാൽ 6 എണ്ണം ഞാൻ അടുക്കി വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ? നോക്കിയേ, 1/√3, (xa), ഇവ ഒരു GPയുടെ തുടർച്ചയായ 3 പദങ്ങളായാൽ എക്സിന്റെ വില എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നോക്കിയേ, 1/√3, (xa), ഇവ ഒരു GPയുടെ തുടർച്ചയായ 3 പദങ്ങളായാൽ ഈ എക്സിന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്, അല്ലെങ്കിൽ GP ആണെന്ന് പറഞ്ഞ സമഗുണിത ശ്രേണിയാണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ഞാൻ നോക്കിയിട്ട് A, B, C ഇവർ സമഗുണിത ശ്രേണിയിലെ GPയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ നടുക്കലത്തെ പദമായ B കണ്ടുപിടിക്കാൻ നമ്മൾ എയും സിയുടെ ഗുണിക്കണം. എയും സിയുടെ ഗുണിച്ചിട്ട് അതിൻ്റെ റൂട്ട് എടുത്തത് റൂട്ട് AC ആണ്. റൂട്ട് AC. A, B, C ഇവർ സമഗുണിത ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ നടുക്കലത്തെ പദമായ B കണ്ടുപിടിക്കാൻ എയും സിയുടെ ഗുണിച്ചിട്ട് അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. എന്ന് പറയുന്നത് പോലെ ഇത് A, ഇത് B, ഇത് C. അപ്പം നടുക്കലത്തെ പദമായ X കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതോടെ ഗുണിക്കുക. 1/√3യും എന്തോടെ ഗുണിക്കണം? √3യുടെ ഗുണിച്ചിട്ട് അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. ഈ √3യും √3യുടെ ക്യാൻസൽ ആയിപ്പോൾ X = 1. 1ന്റെ റൂട്ട് 3 ഇട്ടോ 1 തന്നെ കിട്ടും. മനസ്സിലായല്ലോ? 1/√3, (xa), √3 ഇവർ GPയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ ആദ്യത്തെ അവസാനത്തെ പദങ്ങൾ തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ 1/√3യുടെയും √3യുടെ ഗുണിച്ചിട്ട് അതിൻ്റെ റൂട്ട്. അപ്പോൾ √3യും √3യുടെ ക്യാൻസൽ ആയിപ്പോൾ അപ്പോൾ X = എക്സിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ √1 എന്ന് വരും. 1ന്റെ റൂട്ട് എന്ന് വെച്ചാൽ 1 വരും. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. -3, 2, -3, 2 എന്നീ ബിന്ദുക്കൾ ആധാര ബിന്ദുവായി ഉണ്ടാക്കുന്ന ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്ത് തരം ത്രികോണമാണ്? ആധാരബിന്ദുവായിട്ട് ഉണ്ടാക്കുന്ന ത്രികോണം എന്ത് തരം ത്രികോണമാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ കോർഡിനേറ്റർ ജോമെട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്തൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് കാര്യമൊന്നുമില്ല, നമ്മളത് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇത് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ചെയ്യുന്നത് വേണമെങ്കിൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഇതിനെക്കാട്ടി ഇച്ചിരി എളുപ്പം ഇതായിരിക്കും ആധാര ബിന്ദു എന്ന് പറയുന്നത്. ഇതാണ് 0 0. ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് X ആക്സിസാണ്. ഇത് X ആക്സിസ്. ഓക്കെ, ഇത് X ആക്സിസ്, ഇത് Y ആക്സിസ്. ഓക്കെ, ഇത് Y. ഓക്കെ, എക്സും Y. നോക്കാം, ഇങ്ങോട്ട് പോകുമ്പോൾ 1 2 3 4 അങ്ങോട്ട് പോകുന്നത് പ്ലസും, ഇങ്ങോട്ട് വരുമ്പോൾ -1, ഇവിടെ 1 2 3 4, ഇവിടെ -1 -2 -3 -4 എക്സെട്ര. ഇങ്ങോട്ട് പോകുന്നതാണ് ഇത്. ഇങ്ങനെ പോവും. ഓക്കെ, ഇങ്ങോട്ട് പോവും. ഇനിയുണ്ട് ഇവിടെ 1 2 3 4 ഇത് മേലോട്ട് പോകും. -1 -2 -3 ഇതിങ്ങനെ പോകും. ഇങ്ങനെ പോകുന്നതാണ്. ഇതിൽ തന്നെ ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷനെ കടിച്ചിട്ടുള്ള എളുപ്പം. ആധാര ബിന്ദു എന്ന് പറഞ്ഞാൽ ഈ 0 0 വരുന്നതാണ്. ഈ ആധാര ബിന്ദു എന്ന് പറഞ്ഞാൽ ഇവിടാണ് 0 ആണ്. ഇവിടാണ് ആധാര ബിന്ദു 0. ഇനി ഇത് പറയുന്നത് ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്? -3 2ഉം അതേപോലെ തന്നെ 3 2 ഇത് തമ്മിലുണ്ടാക്കുന്ന ആധാര ബിന്ദുവായിട്ട് ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് ത്രികോണം ഉണ്ടാവും. ആ ത്രികോണം എന്ന് പറയുന്നത് എന്ത് തരം ത്രികോണമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചോദിക്കാം. ഇവിടെ തന്നേക്ക് ആദ്യം കാണുന്നത് എക്സും
രണ്ടാമത്തെ വൈയും. ഒരു കോർഡിനേറ്റ് ജോമെട്രിക്ക് ഒന്നാമത്തെ എക്സ് ആക്സിസും ഇത് വൈ, ഇവിടുത്തെ ആദ്യം എക്സ്, ഇവിടെ വൈ. ആദ്യം എക്സ് ആയിരിക്കും, രണ്ടാമത് വൈ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. -3 എന്ന് പറയുന്ന എക്സാ. അപ്പോൾ ഇവിടെ നോക്കിയേ, എക്സിനകത്ത് അങ്ങോട്ട് പോയാൽ +3 ഇങ്ങോട്ട് വന്നാൽ -3. 1 2 3 ഇതാണ് -3 എന്ന് പറയുന്നത്. ഓക്കെ, വൈ എന്ന് പറയുന്നത് 2 1 2 വൈ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് ഇച്ചിരി കൂടെ ഓക്കെ 1 2 ഓക്കെ 3 ഇതാണ് വൈ. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കാം. ഇവിടെ പറയുന്നത് 1 2 3. ഇവിടെ വൈ എന്ന് പറയുന്നത് 1 2 ഇതാണ് 2. വൈ എന്ന് പറയുന്നത് 2, എക്സ് എന്ന് പറഞ്ഞാൽ -3. -3യും 2, ഈ -3യും 2 കൂടെ ഉണ്ട്. -3യും 2 വരെ, എവിടെ വരെ? 2 വരെ. -3 എന്ന് പറയുന്നത് ഇവിടെ വരെയും 2 എന്ന് പറയുന്നത് ഈ രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മുടെ ഏത് പറയുന്നത്, ഇവിടുത്തെ ആധാരം, ഇവിടുത്തെ -3 2 എന്ന് പറയുന്ന ഈ പോയിന്റ് ഇതാണ് -3 2. ഓക്കെ, ഇനി ഇങ്ങോട്ട് നോക്കാം. ഇവിടുത്തെ അടുത്തത് 3യും 2 ആണ്. അപ്പോൾ 3 എന്ന് വെച്ചാൽ എന്താ 3 +3 ആണ്ട് എക്സ് ആക്സിസ് 1 2 3, വൈ ആക്സിസ് +2 ആണ്. അപ്പോൾ അതാണ്ട 1 2. അപ്പോൾ ഈ 3യും 2 ആണ്. ഈ 3 ഇവിടെ ഒരു എക്സ് ആക്സിസ് 3യും വൈ ആക്സിസ് 2, ഇവിടെ 3യും ഇവിടെ 2. ഈ 3യും 2 കൂടെ ചേരുന്ന ഇതാണ് നമ്മുടെ ഈ പറയുന്നത് എന്താണ് 3യും 2. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടളവ് എഴുത്. എന്താണ് -3 2 എന്ന് പറഞ്ഞാൽ -3 വൈ ആക്സിസ് 2, ഇവിടുത്തത് +3 വൈ ആക്സിസ് 2. ഈ രണ്ട് പോയിന്റുകൾ ആധാര ബിന്ദു എന്ന് വെച്ചാൽ 0 ആണ്. ഇതുമായിട്ടുണ്ടാക്കുന്നത് ഇങ്ങനൊരു ത്രികോണം ഉണ്ടാക്കും. ഈ രണ്ട് പോയിന്റുകളും ഇങ്ങനൊരു ത്രികോണം ഉണ്ടാക്കും. അതൊരു ത്രികോണം. ഓക്കെ ആണല്ലോ. ഈ ത്രികോണം എന്ത് തരം ത്രികോണമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇത് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏറ്റവും എളുപ്പമാർഗമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇവിടെ രണ്ട് ത്രികോണങ്ങൾ കിട്ടും. ഈ വലിയ ത്രികോണം ഇതിനകത്ത് വേണം നിങ്ങൾക്ക് കൊടുക്കുക ഒരു ABC. ചുമ്മാ ഒരു ഉദാഹരണം, ഈ ABC എന്ന് പറയുന്ന ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്കൊരു Q എന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഓക്കെ, AQOയും BQO രണ്ട് മട്ട ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇത് എന്ത് തരം ത്രികോണമാണെന്ന് പറയാൻ കാരണം ഇതെന്താണെന്ന് നോക്കാൻ നമുക്ക് ആദ്യം നോക്കാം. ഇതിന്റെ നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇത് കണ്ട ഒരു മട്ട ത്രികോണം, ഈ മട്ട ത്രികോണത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ ലംബം. ഇതെന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഉള്ള അകലം 3 1 2 3. ഈ അകലം എന്ന് പറയുന്നത് 2 കാര്യം എന്താ 1 2 ഈ അകലം x 3 y 2 ഇവിടെ 3 ഇത് 2. അപ്പോൾ ഒരു മട്ട ത്രികോണത്തിന് 3 2 ഇവിടെ എന്തുവാ മട്ടകോണിനെതിരെയുള്ള വശമാണ് കർണം. കർണം കണ്ടുപിടിക്കാൻ പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. കർണം കണ്ടുപിടിക്കാൻ പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. കർണം എന്ന് വെച്ചാൽ 3, 3ന്റെ സ്ക്വയർ പ്ലസ് ലംബം എന്ന് വെച്ചാൽ 2ന്റെ സ്ക്വയർ. റൂട്ട് ഓഫ് കർണം സ്ക്വയർ, കർണം സമം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. പാദം 3 ലംബം 2. അപ്പോൾ മട്ടകോണിനെതിരെയുള്ള ഈ കർണം കിട്ടും. കാരണം നമുക്ക് നോക്കാം 3ന്റെ സ്ക്വയർ 9, 2ന്റെ സ്ക്വയർ 4, 9 4 കൂടുമ്പോൾ 13. 13ന്റെ റൂട്ട് ഓഫ് 13 എന്ന് വെച്ചാൽ ഈ നീളം റൂട്ട് 13. ഈ നീളം റൂട്ട് 10. ഇതേ കാര്യം തന്നെ ഇവിടെ നോക്കാം. ഇതൊരു മട്ടത്രികോണ, ഇത് മട്ടകോണിനെതിരെയുള്ള ഇത് കർണം, ഇത് ലംബം, ഇത് അല്ലെങ്കിൽ ഇത് ലംബം, ഇത് പാദം. എന്തുമായിട്ട് എടുക്കുക? മട്ടകോണിനെതിരെയുള്ള ഇതാണ് കർണം. നോക്കാം, ഇത് പാദം. അപ്പോൾ ഇവിടുത്തെ എത്ര 2, 2ന്റെ സ്ക്വയർ പ്ലസ് ഇവിടെ എത്ര ഇതെത്ര സോറി ഇതാണ് ലംബമാണ് 2. ഈ പാദം എന്ന് പറഞ്ഞാൽ 3, 3ന്റെ സ്ക്വയർ. ഓക്കെ, 2ന്റെ സ്ക്വയർ എത്ര 4, 3ന്റെ സ്ക്വയർ എത്ര 9, 9 4 കൂടുമ്പോൾ 13 റൂട്ട് ഓഫ് 13. അപ്പോൾ ഇതിന്റെ നീളം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 13. ഈ നീളം റൂട്ട് ഓഫ് 13, ഈ നീളവും റൂട്ട് ഓഫ് 13. ഒരു ത്രികോണത്തിന്റെ ഈ രണ്ട് വശങ്ങളും തുല്യമാണ്. ഈ ത്രികോണത്തിന്റെ ത്രികോണ ABO എന്ന് പറയുന്ന ത്രികോണത്തിന്റെ ഈ രണ്ട് വശങ്ങളും തുല്യമാണ്. ഈ വശം തുല്യമാണെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് ഇവിടെ നീളം 3 3 6 പക്ഷേ ഇവിടുത്തെ റൂട്ട് 13 റൂട്ട് 13. ഓക്കെ, അപ്പോൾ ഇവിടെ റൂട്ട് 13 ഇവിടെ തൊട്ട് ഇവിടെ വരെ 3, ഇവിടെ തൊട്ട് ഇവിടെ വരെ 3 6, 6ഉം 13ഉം 13. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ 3 വശം ഈ ത്രികോണം ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇത് റൂട്ട് 13, ഇതും റൂട്ട് 13, ഇതിന്റെ നീളം 6. ഇങ്ങനെ ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ ഇതെങ്ങനെ 6 വരുന്നതെന്ന് വെച്ചാൽ ഇവിടം വരെ 3ഉം ഇവിടം വരെ 3ഉം. മനസ്സിലായല്ലോ? ഇത് 3 ഇവിടെ തൊട്ട് ഇവിടെ വരെ 3. ഈ 3ഉം ഈ 3 കൂടെ കൂടുമ്പോൾ 6ഉം ഇത് റൂട്ട് 13 റൂട്ട് 13. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമായ
തുല്യമായാൽ അത്തരം ത്രികോണത്തെ നമ്മൾ വിളിക്കുന്നവരാണ് സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങൾ തുല്യമായാൽ അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? വശങ്ങളൊന്നും തുല്യമല്ലാത്ത ത്രികോണത്തെ നമ്മൾ വിളിക്കുന്നവരാണ് വിഷമഭുജ ത്രികോണം അല്ലെങ്കിൽ സ്കേലൻ ട്രയാങ്കിൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ 2 വശങ്ങൾ തുല്യമാണ്. 2 വശങ്ങൾ തുല്യമായതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്നവരാണ് സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പൊ ഇത് എന്ത് തരം ത്രികോണമാണെന്ന് വെച്ചാൽ സമപാർശ്വ ത്രികോണമാണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. സ്കൂൾ എന്ന് പറഞ്ഞാൽ LPPIDS എന്ന് എഴുതുന്നു എങ്കിൽ കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ എങ്ങനെ എഴുതും? ഇത് കാര്യമൊന്നുമില്ല. ഈ എസ് ഉണ്ടല്ലോ, ഈ എസ് എടുത്ത് അവസാനം എഴുതിക്കോ. ഈ എല്ല് ഉണ്ടല്ലോ, ഈ എല്ല് എടുത്ത് ആദ്യം എഴുതിക്കോ. ഈ അവസാനത്തെ ലെറ്റർ എടുത്ത് ഇവിടെ ആദ്യമോ ഇവിടുത്തെ ആദ്യത്തെ ലെറ്റർ എടുത്ത് അവസാനം എഴുതിക്കോ. ഇനി എന്തുവാ? സി കഴിഞ്ഞ് വരുന്ന അടുത്ത ലെറ്റർ, സി കഴിഞ്ഞാൽ അടുത്ത ഡി അടുത്ത് എഴുതി. എച്ച് കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ I, അടുത്തത് O കഴിഞ്ഞാൽ P, O കഴിഞ്ഞാൽ P. ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്. ഈ രീതിയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ സി ആദ്യത്തെ ലെറ്റർ എടുത്ത് അവസാനം എഴുതണം, സി. ഓക്കെ ആണല്ലോ? ഓക്കെ. എന്നിട്ട് അവസാനത്തെ ലെറ്റർ എടുത്ത് ആദ്യം എഴുതണം, R. ഈ R എടുത്ത് ആദ്യം എഴുതി, ആദ്യത്തെ ലെറ്റർ സി എടുത്ത് അവസാനം എഴുതി. ഇത്രയും ഓക്കെ ആണല്ലോ? ഇനി എന്താണ്? O കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ എത്ര? O കഴിഞ്ഞാൽ P, P എഴുതി ഇവിടെ. ഓക്കെ. എം കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ എന്താ? N. ഓക്കെ എഴുതി. പി കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ PQ ആണല്ലോ. യു കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ ഏതാ? V. ഓക്കെ. ടി കഴിഞ്ഞാൽ എന്താ? TU. ഓക്കെ. ഇ കഴിഞ്ഞാൽ എന്തുവാ? ഇ കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ ഏതാ? F. ഓക്കെ. ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഈ സി എടുത്ത് അവസാനം എഴുതി, ഈ R എടുത്ത് ആദ്യം എഴുതി. എന്നിട്ട് O കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ, O കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ P, M കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ N, അടുത്ത P കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ Q, U കഴിഞ്ഞാൽ അടുത്ത ലെറ്റർ V, T കഴിഞ്ഞാൽ അടുത്ത U, അടുത്തത് E കഴിഞ്ഞ അടുത്ത ലെറ്റർ F. ആൻസർ RF UVQNP C ഇങ്ങനെ എഴുതി വെച്ചാൽ അത് വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വർഷത്തിൽ മാർച്ച് 15 ഞായറാഴ്ചയായാൽ നവംബർ 18 ഏത് ദിവസം? ഒരു വർഷത്തിൽ മാർച്ച് 15. ഓക്കെ. മാർച്ച് 15 എത്ര? ഞായർ. എങ്കിൽ നവംബർ 18 ഏത് ദിവസം? ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു വർഷത്തിലെ മാർച്ച് 15 ഞായറാണെങ്കിൽ നവംബർ 18 ഏത് ദിവസമാണ്? ഓക്കെ. നമ്മളിവിടെ ഒരു കോഡ് ഉപയോഗിച്ചാൽ നമുക്ക് ഒരേ സാധാരണ വർഷത്തിലായാലും അതിവർഷത്തിലായാലും ഒരേ കലണ്ടർ വരുന്ന മാസങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരേ പോലെ ആയിരിക്കും. മാസത്തിന് ആഴ്ചകൾക്ക് യാതൊരു വ്യത്യാസം ഉണ്ടായിരിക്കത്തില്ല, ഒരേ കലണ്ടർ ആയിരിക്കും. മനസ്സിലായല്ലോ? ഏപ്രിൽ ജൂലൈ ഒരേ കലണ്ടർ ആയിരിക്കും. സെപ്റ്റംബർ ഡിസംബർ ഒരേ കലണ്ടർ ആയിരിക്കും. നവംബർ മാർച്ച് ഒരേ കലണ്ടർ ആയിരിക്കും. മനസ്സിലായല്ലോ? ഏപ്രിലെയും ജൂലൈയിലെയും ഒരേ കലണ്ടർ ആയിരിക്കും. സെപ്റ്റംബറിലെ ഡിസംബറിലെ ഒരേ കലണ്ടർ ആയിരിക്കും. നവംബറിലെ മാർച്ചിലെയും ഒരേ കലണ്ടർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഏപ്രിൽ 5 ഏതാണോ ആ ദിവസം തന്നെ ആയിരിക്കും ജൂലൈ 5. സെപ്റ്റംബർ 15 ഏത് ദിവസമാണോ അത് തന്നെ ആയിരിക്കും ഡിസംബർ 15. മാർച്ച് 8 ഏത് ദിവസമാണോ അത് തന്നെ ആയിരിക്കും നവംബർ 8 എന്ന് പറയുന്നത്. ഈ മാസത്തിലെ കലണ്ടറിനകത്ത് യാതൊരുവിധ മാറ്റവും ഉണ്ടായിരിക്കത്തില്ല. നിങ്ങൾ നോക്കിക്കോണം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് മാർച്ച് 15 ഞായറായാൽ നവംബർ 15 ഞായർ തന്നെ ആയിരിക്കും. മനസ്സിലായോ? മാർച്ചിലെ നവംബറിലെ ഒരേ കലണ്ടർ ആയതുകൊണ്ട് മാർച്ച് 15 ഞായറായാൽ നവംബർ 15 ഞായറായിരിക്കും. നവംബർ 15 ഞായറാണെങ്കിൽ 16 തിങ്കൾ, 17 ചൊവ്വ, 18 ബുധൻ എങ്കിൽ നവംബർ 18 എന്ന് പറയുന്നത് ബുധൻ ആയിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. ഒരേ കലണ്ടർ എന്ന് വെച്ചാൽ മാർച്ചിലും നവംബറിലും ഒരേ കലണ്ടർ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ മാർച്ച് 15 ഞായറാണെങ്കിൽ നവംബർ 15 ഞായറായിരിക്കും. എങ്കിൽ 18 എന്ന് പറഞ്ഞാൽ തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ച ആയിരിക്കും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബുധനാഴ്ച ആയിരിക്കും. ഈ കോഡ് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സമയം എന്തായിരുന്ന ചോദ്യത്തിന് പിന്നിട്ട സമയത്തിന്റെ 1/3 അവശേഷിക്കുന്ന സമയം തുല്യമാണ് എങ്കിൽ സമയം എത്ര ആയിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. പിന്നിട്ട സമയത്തിന്റെ 1/3 1/3 അവശേഷിക്കുന്ന സമയം തുല്യമാണ് എങ്കിൽ സമയം എത്ര ആയിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അതിനകത്തോട്ട് ഇങ്ങോട്ട് എടുത്താൽ മതി. 24x ഡിവൈഡഡ് ബൈ x പ്ലസ്, ഇവിടെ ചിലർ മിക്കവാറും എല്ലാവരും 1 എന്നാണ് കൊടുക്കുന്നത്. ഈ 1 മാത്രമല്ലാതെ വരും. ഇവിടുത്തെ ക്വസ്റ്റ്യൻ പ്രകാരം 1 ആണ് വരുന്നത്. 24x ഡിവൈഡഡ് ബൈ x പ്ലസ് 1. ഈ 1 കോമൺ അല്ല, എപ്പോഴും വരുന്നതല്ല, മാറ്റം ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ എന്താണ് 24x ഡിവൈഡഡ് ബൈ x പ്ലസ് 1? എക്സ് എന്തുവാന്ന് വെച്ചാൽ ഈ ഡിനോമെട്രിക് കിടക്കുന്ന സംഖ്യ 3,
ഇനി ന്യൂമറേറ്ററിൽ 1 ആണെങ്കിൽ മാത്രമേ ഇവിടെ 1 കൊടുക്കാവുള്ളൂ. ന്യൂമറേറ്ററിൽ 2 ആണ്, ഇവിടെ 2 ആയിരിക്കണം, 3 ആണ് 3. ഇവിടെ ഏതാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് മാറ്റി കൊടുത്തോണ്ടേ ഇരിക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ എക്സിന്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 24x ഡിവൈഡഡ് ബൈ x + 1 ആണ്. എക്സിന്റെ വാല്യൂ 3 ആണ്. നമുക്ക് കൊടുക്കാം. നോക്കിയോ, ഈ താഴത്തെ സംഖ്യ എക്സ് ആട്ടും ഇവിടെ കൊടുക്കുന്ന നമ്പർ ഇവിടെ കൊടുക്കുന്ന നമ്പർ ഏതാണോ അതനുസരിച്ച് ഇവിടെ കൊടുക്കണം. ഇവിടെ 1 ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ 1. ഇവിടുത്തെ നമ്പർ മാറിയ ഇവിടെയും മാറ്റി കൊടുക്കണം. അല്ല കോമൺ ഇക്വേഷൻ അല്ല. 24x ഡിവൈഡഡ് ബൈ x + 1 എന്ന് പറയുന്നത് എപ്പോഴും ഉപയോഗിക്കുന്ന ഇക്വേഷൻ അല്ല. ഇതനുസരിച്ച് ഇവിടെ മാറും. ഓക്കെ. യെസ്, നോക്കിയോ, 24 ഇൻറ്റു എക്സ് എന്ന വാല്യൂ 3 ഡിവൈഡഡ് ബൈ x + 1 3 + 1. ഓക്കെ ആണല്ലോ? 24 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 4. 1 4 4 6 4 24 3 6 18. സമയം എത്രയെന്ന് വെച്ചാൽ 18 മണിയായി. 18 മണി എന്ന് പറഞ്ഞാൽ 6 PM. ഓക്കെ ആണല്ലോ? 6 PM. കാര്യം എന്താ? 18 മണി 6 PM എന്ന് വെച്ചാൽ 18 - 12 = 6 PM ആയിരിക്കും. 6 AM എന്ന ഓപ്ഷനിൽ കാണും, 6 PM എന്ന ഓപ്ഷനിൽ കാണും. നിങ്ങൾ 6 PM അടിക്കാനുള്ള ഒരു കാരണവശാലും AM അടിക്കരുത്. രാവിലെ 1 മണിയാണെങ്കിൽ നമുക്ക് 1 മണി എന്ന് തന്നെ കിട്ടും. ഉച്ചയ്ക്ക് 1 മണിയാണെങ്കിൽ നമുക്ക് 13 മണിയെന്ന് കിട്ടുന്നത്. രാവിലെ 2 മണിയാണെങ്കിൽ 2 മണി തന്നെ കിട്ടും. ഉച്ചയ്ക്ക് 2 മണിയാണെങ്കിൽ 14 മണി. രാവിലെ 6 മണിയാണെങ്കിൽ നമുക്ക് 6 മണി തന്നെ കിട്ടും. വൈകുന്നേരം 6 മണിയായിട്ടാണ് നമുക്ക് 18 മണി എന്ന് വെച്ചാൽ 6 PM ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇപ്പോൾ സമയം. ഇനി നമുക്ക് എന്താണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ ഉണ്ടെന്ന് വെച്ചാൽ 24 മണിക്കൂറുണ്ട്. 24. നമ്മൾ ഉത്തരത്തിൽ നിന്ന് ക്വസ്റ്റിലേക്ക് ഒരു ദിവസത്തിൽ 26 മണിക്കൂറുണ്ട്. ഓക്കെ. പിന്നിട്ട സമയം ഇപ്പോൾ നമ്മുടെ സമയം എത്ര? 18 മണിയായി. പിന്നിട്ട സമയം എന്ന് വെച്ചാൽ 18. ഉത്തരത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ നമുക്കിപ്പം 18 മണിക്കൂർ പിന്നിട്ട്. ഇനി എത്ര മണിക്കൂർ പിന്നിട്ടാവുണ്ട്? 18 മണിക്കൂർ കുറച്ചാൽ 6. ഓക്കെ ആണല്ലോ? ഓക്കെ. ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ്. അതിൽ 18 മണിക്കൂർ പിന്നിട്ടു. ഞാൻ ബാക്കി തീരാനുള്ള എത്ര മണിക്കൂറാ? 6 മണിക്കൂറാണ്. അപ്പം പിന്നിട്ട സമയം 18 മണിക്കൂറാണ്. ഇനി തീരാനുള്ള മണിക്കൂർ 6 മണിക്കൂറാണ്. അപ്പം പിന്നിട്ട സമയം 18 മണി. പിന്നിട്ട സമയത്തിൻ്റെ 1/3. പിന്നിട്ട സമയത്തിൻ്റെ 1/3 എന്ന് വെച്ചാൽ 18ന്റെ 1/3. 18ന്റെ 1/3 എന്ന് വെച്ചാൽ 6 മണിക്കൂർ. പിന്നിട്ട സമയം എന്ന് വെച്ചാൽ 18 മണിക്കൂറാണ്. ഈ 18 മണിക്കൂറിൻ്റെ 1/3 എന്ന് പറയുന്നതും 6 മണിക്കൂറാണ്. ഇനി ആ ദിവസം തീരാനുള്ളതും 6 മണിക്കൂർ. ഇത് രണ്ടും തുല്യമാണെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. പിന്നിട്ട സമയത്തിൻ്റെ 1/3 എന്ന് പറയുന്നതും അവശേഷിക്കുന്ന സമയം എന്ന് പറയുന്നതും തുല്യമാണെങ്കിൽ സമയം എത്രയായി? പിന്നിട്ട സമയം 18 മണിക്കൂർ. ഈ ഉത്തരത്തിൽ നിന്നാണ് ഈ 18 എന്നുള്ള ഉത്തരം എടുത്താണ് ഞാൻ ഉദാഹരണം പറയുന്നത്. 18. അപ്പോൾ ഇനി ആ ദിവസം തീരാൻ മൊത്തം 24 മണിക്കൂർ. 18 മണിക്കൂർ കഴിഞ്ഞാൽ ഇനി ആ ദിവസം തീരാൻ 6 മണിക്കൂറുണ്ട്. പിന്നിട്ട സമയത്തിൻ്റെ പിന്നിട്ട സമയം 18 മണിക്കൂർ. അതിൻ്റെ 1/3 എന്ന് പറയുന്നത് എത്ര? 6 മണിക്കൂറാണ്. പിന്നിട്ട സമയത്തിൻ്റെ 1/3 6 മണിക്കൂറാണ്. ആ ദിവസം തീരാനുള്ളതും 6 മണിക്കൂറാണ്. രണ്ടും തുല്യമാണെന്നാണ് പറഞ്ഞത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സണ്ണി കിഴക്കോട്ട് 20 മീറ്റർ നടന്നതിന് ശേഷം ഇടത്തേക്ക് തിരിഞ്ഞ് 15 മീറ്ററും വലത്തേക്ക് തിരിഞ്ഞ് 25 മീറ്ററും വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 15 മീറ്റർ നടന്നാൽ യാത്ര പുറപ്പെടുത്തുന്നതും എത്ര അകലെയാണ് സണ്ണി ഇപ്പോൾ? വേറെ കാര്യമൊന്നുമില്ല. നമ്മളിങ്ങനെ നോക്കുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഇവിടെ നോക്കണം. ഇവിടെ എപ്പോഴും മുകളിൽ വരുന്ന ഭാഗം വടക്കായിരിക്കും, താഴെ വരുന്ന തെക്കായിരിക്കും, ഇവിടെ കിഴക്കായിരിക്കും, ഇവിടെ പടിഞ്ഞാറായിരിക്കും. ഓക്കെ. ഇങ്ങനെ നോക്കുക. മുകളിൽ വടക്ക്, താഴെ തെക്ക്, വലതുവശത്ത് കിഴക്ക്, ഇടതുവശത്ത് പടിഞ്ഞാറ്. എപ്പോഴും സണ്ണി യാത്ര പുറപ്പെടാൻ പറഞ്ഞാൽ നമ്മൾ ഈ 4 കൂടിയ കവല ഇവിടുന്ന് പുറപ്പെടണം. ഓക്കെ ആണല്ലോ? എന്നിട്ട് സണ്ണി എങ്ങോട്ടാണ് പോയത്? കിഴക്കോട്ടാണ്. എത്ര പോയി? 20 മീറ്റർ കിഴക്കോട്ട് പോയി. ഇവിടെ കൊണ്ട് പേന ഇവിടെ എത്തി. ഇവിടെ കൊണ്ടുവന്ന് പേന എങ്ങനെ വെക്കുക? ഇനി വലത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ ക്ലോക്കിലെ സൂചി തിരിയുന്നത് പോലെ 90 ഡിഗ്രി തിരിയണം. ഇടത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ ക്ലോക്കിലെ സൂചിക്കെതിരെ 90 ഡിഗ്രി. വലത്തേക്ക് തിരിഞ്ഞാൽ ക്ലോക്ക് വൈസ് 90 ഡിഗ്രി, ആൻറ്റി ക്ലോക്ക് വൈസിൽ 90 ഡിഗ്രി ഇടത്തേക്കാണെങ്കിൽ. ഓക്കെ ആണല്ലോ? ഇവിടെ ഇരിക്കുന്ന ആൾ പേന ഇങ്ങനെ കൊണ്ടുവച്ചു. ഇടത്തേക്ക് തിരിഞ്ഞു. ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ ക്ലോക്കിലെ സൂചിക്കെതിരെ തിരിഞ്ഞിട്ട് 15 മീറ്റർ നടന്നു. 15 മീറ്റർ വേണ്ടേ? ഒരു 15 മീറ്റർ ഞാൻ ഇവിടെ എഴുതാം. ഇവിടെ ഇരിക്കുന്ന ആൾ സണ്ണി വീണ്ടും വലത്തേക്ക് തിരിഞ്ഞു എത്ര? 25 മീറ്റർ നടന്നു. 25 മീറ്റർ വീണ്ടും നടന്നു. 25 മീറ്റർ. എന്നതിനുശേഷം സണ്ണി വീണ്ടും വലത്തേക്ക് തന്നെ തിരിയുക. എന്നിട്ട് എത്ര നടന്നു? 15 മീറ്റർ നടന്നു. ഈ അകലം 15 ആണെങ്കിൽ ഈ അകലവും 15 തന്നെ ആയിരിക്കും. 15 മീറ്റർ. ഓക്കെ. 15 മീറ്റർ നടന്നു. എങ്കിൽ സണ്ണി പുറപ്പെട്ട സ്ഥലത്ത്, സണ്ണി പുറപ്പെട്ട സ്ഥലം ഇതാണ്. സണ്ണി ഇവിടെ നിൽക്കുന്നത്. ഇപ്പം നമുക്ക് ഈ അകലം ഒന്ന് കണ്ടുപിടിച്ചാൽ ഈ അകലം. ഓക്കെ ആണല്ലോ? ഇവിടെ തൊട്ടുള്ള ഈ അകലം എന്ന് പറഞ്ഞാൽ 25 ആണെങ്കിൽ ഇവിടെ തൊട്ടുള്ള ഈ അകലം എന്ന് പറയുന്നതും 25. അപ്പോൾ സണ്ണി പുറപ്പെട്ടെടുത്തൊന്നും എത്ര അകലെയാണെന്ന് വെച്ചാൽ ഇവിടം തൊട്ട് ഇവിടം വരെ 20 പ്ലസ് ഇവിടം തൊട്ട് ഇവിടെ വരെ 25. ആൻസർ 45 മീറ്റർ അല്ലെങ്കിൽ 45. എത്രയാണോ മീറ്ററാണ് കിലോമീറ്ററാണോ പറയുന്നത് അതനുസരിച്ച് ആൻസർ 45 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ. 5 പുസ്തകങ്ങൾ ഒന്നിന് പുറത്ത് ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നു. എക്ക് മുകളിൽ ഇയും ബിക്ക് താഴെ സിയും. ബിയുടെ മുകളിൽ
എയും സിയുടെ താഴെ ഡിയുമെങ്കിൽ ഏറ്റവും അടിയിലിരിക്കുന്ന പുസ്തകം ഏതാണ്? ആണല്ലോ, ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എയ്ക്ക് മുകളിൽ ഇ, എയുടെ മുകളിലാണ് ഇ. അതേപോലെ ബിയുടെ താഴെയാണ് സി. എയുടെ മുകളിൽ ബിയും എയുടെ മുകളിൽ ഇയും എയുടെ മുകളിൽ ഇയും ബിയുടെ താഴെയാണ് സിയും ഇരിക്കുന്നത്. ഇനി എന്താ പറഞ്ഞേ? ബിയുടെ മുകളിലാണ് എയുടെ സ്ഥാനം. അപ്പൊ നമുക്ക് നോക്കാം ബിയുടെ മുകളിൽ, നമുക്ക് ഇത് ഒന്ന് ജസ്റ്റ് നല്ലോണം ഒന്ന് വരയ്ക്കാം. എയുടെ മുകളിൽ ഇ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ബിയുടെ താഴെയാണ് സി ഇരിക്കുന്നത്. ഇനി ഒരു കാര്യം പറയുന്നുണ്ട്, ബിയുടെ മുകളിൽ, അപ്പൊ നമുക്ക് ഇതെടുത്തൊന്ന് എഴുതാം. ബിയുടെ താഴെയാണ് സി ഇരിക്കുന്നത്. ബിയുടെ മുകളിലാണ് എ എന്ന് വെച്ചാൽ എയുടെ മുകളിൽ ആരുണ്ട്? ഇ ഉണ്ട്. ഇനി അത് പറയുന്നുണ്ട് സിയുടെ താഴെയാണ് ഡി. അപ്പോൾ നമ്മൾ കറക്റ്റ് ഓർഡറായി. എയുടെ മുകളിലാണ് ഇ, ബിയുടെ താഴെയാണ് സി. ഓക്കെ, അപ്പോൾ എയുടെ മുകളിൽ ബി, ബിയുടെ താഴെ സി. ഓക്കെ, ഇനി എന്തുവാ? ബിയുടെ മുകളിലാണ് എ. അപ്പോൾ ബിയുടെ മുകളിൽ എ വന്നാൽ അതിൻ്റെ മുകളിൽ ഇ ഉണ്ട്. അതേപോലെ തന്നെ സിയുടെ താഴെയാണ് ഡി. അപ്പോൾ സിയുടെ താഴെ ഡി. അപ്പോൾ ഏറ്റവും അടിയിരിക്കുന്ന പുസ്തകം ഏതാണെന്ന് വെച്ചാൽ ഡി ആണ്. ഏറ്റവും അടിയിലിരിക്കുന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ ഡി ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലാലുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. ലാലുവിൻ്റെ ഭാര്യ ലൈലയുടെ ഇപ്പോഴത്തെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങിൽ നിന്ന് 14 കുറയ്ക്കുന്നതാണ്. 2 വർഷം മുമ്പ് ലൈലയ്ക്ക് 28 വയസ്സുണ്ട് എങ്കിൽ ലാലുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, 2 വർഷം മുമ്പ് ലൈലയ്ക്ക് 28 വയസ്സുണ്ടെങ്കിൽ ഇപ്പോൾ ലൈലയ്ക്ക് എത്ര വയസ്സ് കാണും? 30 വയസ്സ് കാണും. മനസ്സിലായല്ലോ? 2 years ago 2 വർഷങ്ങൾക്ക് മുമ്പ് ലൈലയുടെ വയസ്സ് 28 ആണ് എങ്കിൽ ഇപ്പോൾ ലൈലയ്ക്ക് 30 വയസ്സാണ്. 2 വർഷം മുമ്പ് ലൈലയ്ക്ക് 28 വയസ്സുണ്ടെങ്കിൽ ലൈലയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സ് കാണും? 30 വയസ്സാണ്. ഇനി എന്തുവാ? മകന്റെ വയസ്സ്, സണ്ണിന്റെ വയസ്സിനെ നമുക്ക് എക്സ് എന്നെടുത്താൽ ലാലുവിന്റെ വയസ്സിനെ അതിന്റെ 3 മടങ്ങെന്ന് എടുക്കാം. മകന്റെ വയസ്സിന്റെ 3 മടങ്ങാണ്. ലാലുവിന്റെ വയസ്സ് എന്ന് വെച്ചാൽ സണ്ണിന്റെ വയസ്സ് എക്സ് ആണെങ്കിൽ ലാലുവിന്റെ വയസ്സ് എന്ന് വെച്ചാൽ 3x ആണ്. 3 മടങ്ങാണ്. ലൈലയുടെ വയസ്സ് എന്ന് പറയുന്നത് മകന്റെ വയസ്സിന്റെ 3 മടങ്ങിൽ നിന്ന് 14 കുറയ്ക്കുന്നതാണ്. അപ്പോൾ ലൈലയുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ മകന്റെ വയസ്സ് എത്ര ആണോ അതിന്റെ 3 മടങ്ങിൽ നിന്ന് 14. മകന്റെ വയസ്സ് എക്സ് ആണല്ലോ, അതിന്റെ 3 മടങ്ങ് വെച്ചാൽ 3x. അതിൽ നിന്ന് 14 കുറയ്ക്കുന്നതാണ് ലൈലയുടെ ഇപ്പോഴത്തെ വയസ്സ്. ലൈലയ്ക്ക് 2 വർഷം മുമ്പ് 28 വയസ്സുണ്ടെങ്കിൽ ലൈലയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സ് കാണും? 30 വയസ്സുണ്ട്. ഓക്കെ, ലൈലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 3x - 14. കാര്യം മകന്റെ വയസ്സിന്റെ 3 മടങ്ങിൽ നിന്ന് 14 കുറയ്ക്കുന്നത്. നമുക്ക് എഴുതാം ലൈലയുടെ ഇപ്പോഴത്തെ വയസ്സ് 3x - 14. ഇതെന്ന് പറയുന്നത് എത്ര വയസ്സാണ്? 30 വയസ്സാണ്. 30 വയസ്സ്. ഓക്കെ ആണല്ലോ? എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. 3x = 30 -14 അപ്പുറത്ത് പോകുമ്പോൾ +14 എന്ന് വെച്ചാൽ 3x = 30ഉം 14 കൂടുമ്പോൾ കിട്ടി 44. 3xന്റെ വാല്യൂ 44 എന്ന് കിട്ടി. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലാലുവിന്റെ വയസ്സ് എത്രയാണെന്ന് ചോദിക്കുന്നത്. ലാലുവിന്റെ വയസ്സ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 3x ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ 3x നമുക്ക് കിട്ടി 44. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം, ലാലുവിന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങ്. അപ്പൊ മകന്റെ വയസ്സ് x ആണെങ്കിൽ ലാലുവിന്റെ വയസ്സ് 3x. ലാലുവിന്റെ ഭാര്യ ലൈലയുടെ വയസ്സ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങിൽ നിന്ന് 14 കുറയ്ക്കുന്ന. മകന്റെ വയസ്സ് എക്സ് ആണ്, അതിന്റെ 3 മടങ്ങ് 3x, അതിൽ നിന്ന് 14 കുറയ്ക്കുന്നതാണ്. ഓക്കെ ആണല്ലോ? ഇനി എന്താണ് പറയുന്നത്? ലൈലയ്ക്ക് 2 വർഷം മുമ്പ് 28 വയസ്സുണ്ട്. 2 വർഷം മുമ്പ് 28 വയസ്സുണ്ടെങ്കിൽ ലൈലയ്ക്ക് ഇപ്പോൾ 30 വയസ്സ് കാണും. ഓക്കെ, ലൈലയുടെ ഇപ്പോഴത്തെ വയസ്സ് 3x - 14 നമ്മൾ കണ്ടുപിടിച്ചു. അതെന്ന് പറയുന്നതാണ് 30. എങ്കിൽ 3x എന്ന് പറഞ്ഞാൽ -14 അപ്പുറത്ത് പോകുമ്പോൾ +14, അപ്പം 44 കിട്ടും. 3x 44. 3x 6 വയസ്സാണ്, ലാലുവിന്റെ വയസ്സ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? 3x എന്നാണ്. അപ്പോൾ നമ്മൾ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ 20 ക്വസ്റ്റ്യൻസും ചെയ്തിരിക്കുകയാണ്. നമുക്ക് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മളതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ വേണ്ട റിപ്ലൈ എല്ലാം തരുന്നതായിരിക്കും. ഇന്ന് പഠിപ്പിച്ച് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പോയി ചെയ്തു നോക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ വരുന്ന എക്സാമുകളെല്ലാം അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ.